നമസ്കാരം, ഞാൻ സിന്ധു മധു. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ ബഹുമാന്യരായ എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഇന്ന് ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാനെത്തിയ പ്രസിദ്ധ സൂര്യകവി ഡോക്ടർ ജയദേവൻ സാർ. അദ്ദേഹം സൂര്യനെക്കുറിച്ച് 4000-ലധികം കവിതകൾ എഴുതി പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതുകൂടാതെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് അശ്വതി തിരുനാൾ തമ്പുരാട്ടിയിൽ നിന്ന് രാജമുദ്രയും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിനും കവിയത്രിയും അഭിനേത്രിയും മോഡലിങ്ങും നർത്തകിയും ഗായികയുമായ ശ്രീമതി ജസ്യന്ത മോറിസ് മാഡം, വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെ നൃത്തവിഭാഗം മേധാവിയും 35 വർഷമായി നൃത്തരംഗത്ത് സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുകയും കേരള കലാമണ്ഡല മോഹിനിയാട്ടം കോഴ്സിൻ്റെ ചുമതല ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്ന ബഹുമാനിയായ ശ്രീമതി സുനിത ശശി മാഡം, നാടക സീരിയൽ നടനായ ബഹുമാന്യനായ ശ്രീ ഗോപകുമാർ സർ എന്നിവർക്കും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബഹുമാന്യരായ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും BSSലെ എൻ്റെ കർമ്മധീരരായ സഹപ്രവർത്തകർക്കും എൻ്റെ പ്രണാമം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമായി നിലനിൽക്കുകയും ഇന്ത്യൻ ജനതയുടെ ഭാവി സ്വപ്നങ്ങൾക്ക് പര്യായമായി വളർന്നു വരികയും ചെയ്ത ഭാരത് സേവക് സമാജ് അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ 73 വർഷങ്ങൾ പിന്നിടുവാൻ പോവുകയാണ്. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം 1952 പാർലമെൻറ്റിൻ്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടുകൂടി രൂപീകരിച്ച ദേശീയ സന്നദ്ധ സംഘടനയാണ് ഭാരത് സേവക് സമാജ് അഥവാ BSS. പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റും പിൽക്കാലത്ത് ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായിരുന്ന ശ്രീ ഗുൽസാർലാൽ നന്ദ ചെയർമാനുമായിട്ടാണ് BSSൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. അനേകായിരം പ്രവർത്തകരിലൂടെ രാഷ്ട്ര നിർമ്മാണം ലക്ഷ്യമാക്കിയുള്ള സ്വയം സമർപ്പിത സേവനമാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തുടനീളം നടത്തിവരുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കം നിൽക്കുന്നവരും സമൂഹത്തിലെ ദുർബലരുമായ ജനങ്ങളെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കുക എന്നുള്ളതാണ് BSSൻ്റെ മുഖ്യമായ ലക്ഷ്യം. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും വികസനം ഉറപ്പാക്കുന്നത് അവിടുത്തെ ഗ്രാമങ്ങളുടെയും ഗ്രാമീണ ജനതയുടെ ഉന്നമനത്തിലൂടെയാണെന്നുള്ളൊരു പൊതു തത്വശാസ്ത്രം. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭാരത് സമാജ് ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും വിദേശങ്ങളിലും 10,000-കണക്കിന് തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളും അതോടൊപ്പം NSDC കോഴ്സുകളും വേൾഡ് സ്കിൽ കൗൺസിൽ കോഴ്സുകളും നടത്തി വരുന്നത്. ഇതിനു പുറമെ വ്യാവസായിക മേഖല, കാർഷിക മേഖല, പുസ്തക പ്രസിദ്ധീകരണ മേഖല, IT മേഖല, സോളാർ മേഖല, കാർഷിക മേഖല, അതുപോലെ മൈക്രോ ഫിനാൻസ് മേഖല, കമ്മ്യൂണിറ്റി ബാങ്കിങ് മേഖല, അങ്ങനെ നിരവധി പ്രോജക്റ്റുകളാണ് ഭാരത് സമാജ് ഇന്ന് നടപ്പിലാക്കി വരുന്നത്. ഏതൊരു മേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന വ്യക്തിയൊക്കെയാണ് ഭാരത് സമാജിൻ്റെ ദേശീയ പുരസ്കാരമായ ഭാരത് സേവക് പുരസ്കാരം നൽകി ആദരിക്കുന്നത്. എല്ലാ മാസവും 12-ാം തീയതിയാണ് ഈ അവാർഡ് ദാന ചടങ്ങ് ഇവിടെ നടക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറിയിലുമായിട്ടാണ് ആഗസ്റ്റ് 12 എന്ന് പറയുന്നത് BSSൻ്റെ സ്ഥാപക ദിനമാണ്. അതിനെ അനുസ്മരിപ്പിക്കും വിധത്തിലാണ് എല്ലാ മാസവും 12-ാം തീയതി ഈ ചടങ്ങ് ഇവിടെ നടത്തി വരുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിഞ്ഞും അറിയാതെയും കിടക്കുന്ന ഒത്തിരി കലാകാരന്മാരും കലാകാരികളും സാഹിത്യകാരന്മാരും വിദ്യാഭ്യാസ വിചക്ഷണർ, ആരോഗ്യ മേഖലയിലുള്ളവർ, മാധ്യമ മേഖലയിലുള്ളവർ, കാർഷിക മേഖലയിലുള്ളവർ, നിയമജ്ഞര്, അങ്ങനെ വാസ്തുശില്പികൾ, ആയോധന കലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ, അങ്ങനെ ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവർ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഭാരത് സമാജിൻ്റെ ഭാരത് സേവക് പുരസ്കാരം. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം ദേശീയ ഗാനം, രണ്ടാമത് സ്വാഗതം, മൂന്നാമത് ആശംസകൾ, നാലാമത് ബഹുമാന്യനും ആദരണീയനുമായ BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ അവരുടെ പ്രസംഗവും തുടർന്ന് പുരസ്കാര സമർപ്പണവുമാണ്. അത് കഴിഞ്ഞാൽ നന്ദി പ്രകാശനം, തുടർന്ന് ദേശീയ ഗാനത്തോടുകൂടി ഈ വിശിഷ്ടമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. സ്വാഗത സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയും ഇവിടെ ക്ഷണിക്കുകയും ആദരപൂർവ്വം അണിയിക്കുന്ന ഷോളുകൾ ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ അവരവരുടെ കഴുത്തിൽ അണിയണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന മറ്റൊരു ആദരവാണ് നന്ദി പ്രകാശനം. ആ നന്ദി പ്രകാശനം കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വേദി വിടുവാൻ പാടുള്ളൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഫോട്ടോകളും വീഡിയോയും ലഭ്യമാക്കാനായിട്ട് ഫോട്ടോ എൻ്റെ വാട്സാപ്പിൽ മെയിൽ ID-യിലാണ് അയക്കേണ്ടത്. മെയിൽ ID കൂടിയാണ് നിങ്ങളുടെ ഫോട്ടോകൾ അയക്കുന്നത്. അപ്പം എൻ്റെ വാട്സാപ്പിൽ നിങ്ങളുടെ മെയിൽ ID-കൾ അയച്ചു തരേണ്ടതാണ്. അതുപോലെ പ്രോഗ്രാമിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ വാട്സാപ്പിൽ സെൻഡ് ചെയ്യുന്നതാണ്. അപ്പം ഏതാനും നിമിഷങ്ങൾക്കകം BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. സമ്മേളനം ഉടൻ തുടങ്ങുന്നതാണ്. BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ
ബഹുമാന്യനായ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ BSSന്റെ ഡയറക്ടർ ജനറൽമാരായ ശ്രീമതി ജയ ശ്രീകുമാർ മാഡം, മഞ്ജു ശ്രീകണ്ഠൻ മാഡവും അസിസ്റ്റന്റ് ഡയറക്ടർ TP വിനോദ് അവറുകളും ചേർന്ന് ആദരിച്ച് ആനയിക്കുകയാണ്. സമ്മേളനം തുടങ്ങുകയാണ്. ദേശീയ ഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे। എല്ലാവർക്കും നമസ്കാരം. ഭാരത് സേവക് സമാജിൻ്റെ ഈ മാസത്തെ ഭാരത് സേവക് ഉപഹാര സമർപ്പണ വേളയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലചന്ദ്രൻ സാറാണ്. അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാം, ഭാരത് സേവക് സമാജിൻ്റെ ഈ സമുന്നതമായ പദങ്ങൾ അലങ്കരിച്ചിരുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ ഗുൽസാരിലാൽ നന്ദ, അങ്ങനെയുള്ള മഹത് വ്യക്തിത്വങ്ങൾ അലങ്കരിച്ച പദമാണ് ഭാരത് സേവക് സമാജിൻ്റെ ചെയർമാൻ എന്നുള്ള പദം. അതിലേക്കാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഭാരത് സേവക് സമാജിൻ്റെ തലപ്പത്തേക്ക് BS ബാലചന്ദ്രൻ സാർ കടന്നു വന്നിട്ടുള്ളത്. ഭാരത് സേവക് സമാജിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ രാജ്യത്തുടനീളം നടപ്പാക്കിയതിൻ്റെ അംഗീകാരം എന്ന നിലയിലാണ് ഭാരത് സേവക് സമാജിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ദേശീയ തലത്തിൽ അംഗീകരിക്കുകയും ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാനായി മാറുകയും ചെയ്തു. ഭാരത് സേവക് സമാജ് ആദ്യകാലങ്ങളിൽ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തവും വിപുലവുമായ കാര്യങ്ങളാണ് ഇന്ന് ഭാരത് സേവക് സമാജ് ഏറ്റെടുത്ത് നടത്തി വരുന്നത്. ഭാരത് സേവക് സമാജ് കൈവെക്കാത്ത മേഖലകൾ ഏത് എന്ന് മാത്രമാണ് ഇന്ന് ചോദിക്കാനുള്ളത്. ഏത് മേഖലയിലുള്ള പ്രോഗ്രാമും ഏറ്റെടുക്കാൻ ഭാരത് സേവക് സമാജിനെ ഈ നിലയിൽ സജ്ജമാക്കിയതും അതിൻ്റെ ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തകരെ സന്നദ്ധരാക്കിയതും ഭാരത് സേവക് സമാജിൻ്റെ ചെയർമാനാണെന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനത്തോടെ ഓർക്കാവുന്ന കാര്യമാണ്. ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തെമ്പാടും തന്നെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഭാരത് സേവക് സമാജ് പ്രവർത്തിച്ചു വരികയാണ്. അത് തൊഴിൽ പരിശീലന മേഖലയിലാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും കാർഷിക മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിലാണെങ്കിലും സ്വയം സഹായ സംഘങ്ങളുടെ മേഖലയിലാണെങ്കിലും ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലാണെങ്കിലും പാരമ്പര്യ ഊർജ്ജ വികസന മേഖലയിലാണെങ്കിലും അങ്ങനെ എല്ലാ മേഖലയിലും ഭാരത് സേവക് സമാജ് കൈവച്ച് വിജയം വരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് പ്രോഗ്രാമും ഭാരത് സേവക് സമാജ് ഇന്ന് ആർജവത്തോടെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഭാരത് സേവക് സമാജിനെ നയിച്ചതും ഭാരത് സേവക് സമാജിൻ്റെ ചെയർമാൻ തന്നെയാണ്. അതുപോലെ തന്നെ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്താണ് ഈ പ്രോഗ്രാം ഭാരത് സേവക് ഓണർ സമർപ്പണം എന്നുള്ളത്. അതും അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ നിന്ന് വിരിഞ്ഞു വന്നാണ്. ദേശീയ ചെയർമാൻ ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ കൂടി വിരിഞ്ഞു വന്ന ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടി പ്രാവർത്തികമാക്കിയ ഒരു പ്രോഗ്രാമാണ് ഭാരത് സേവക് ഉപഹാര സമർപ്പണം എന്നുള്ളത്. ഇങ്ങനെ വിവിധങ്ങളായ പ്രോഗ്രാമുകളിൽ കൂടി ഭാരത് സേവക് സമാജിനെ എപ്പോഴും ഓരോ പടി മുമ്പിലേക്ക് എത്തിക്കുന്ന അദ്ദേഹമാണ് ഭാരത് സേവക് സമാജിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. നമ്മളെല്ലാം ഒരു ടീമായി കൊണ്ടുപോകുന്നതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഒന്നുകൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാരത് സേവക് സമാജ് ഉപഹാരം എന്ന് പറഞ്ഞു തന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരത് സേവക് സമാജിൻ്റെ ഉപഹാരം ദേശീയ ഉപഹാരമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഒരു ബ്രീഫ് ബയോഡേറ്റ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ധാരാളം ഉപഹാരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, വിവിധ ആദരവുകൾ കിട്ടിയിട്ടുള്ളവരാണ്. പക്ഷേ ഭാരത് സേവക് സമാജിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഉപഹാരത്തെ സംബന്ധിച്ചിടത്തോളം ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ തലത്തിലുള്ള അംഗീകാരമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ഭാരത് സേവക് സമാജ് ഈ ഉപഹാര സമർപ്പണത്തിലേക്ക് കടന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഓരോരുത്തരും ഓരോ വ്യക്തിയും സമൂഹ നിർമ്മാണത്തിലും അതുപോലെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലും കാഴ്ചവെക്കുന്ന പങ്ക് വളരെ വ്യത്യസ്തമാണ്. നമ്മളെ ആരെങ്കിലും ഒരാൾ പറഞ്ഞു തന്നാൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകുകയുള്ളൂ നമ്മളെന്താണ് രാഷ്ട്രത്തിന് സംഭാവന ചെയ്യുന്നത് എന്ന്. അത് നമ്മളെ മനസ്സിലാക്കി, നിങ്ങൾ ഓരോരുത്തരെയും മനസ്സിലാക്കി, നിങ്ങൾക്ക് പിറകെ വരുന്ന തലമുറ അത് കണ്ടുപിടിച്ച് അവരും ഈ രീതിയിൽ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലും അതുപോലെ തന്നെ സ്വയം സന്നദ്ധരായി സാമൂഹ്യ പ്രശ്നങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഭാരത് സേവക് സമാജിൻ്റെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ആവിഷ്കരിച്ചതും നടപ്പിലാക്കിയതും.
ഇത് നടപ്പിലാക്കുന്നത് എല്ലാ മാസവും 12-ാം തീയതിയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഭാരതസേവ സമാജിൻ്റെ ഫൗണ്ടേഷൻ്റെ ഓഗസ്റ്റ് 12 എടുത്ത തീരുമാനപ്രകാരമാണ് ഇത് നടപ്പാക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ മാസവും 12-ാം തീയതി ചടങ്ങ് നടപ്പാക്കുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാം അതായത് ഭാരതസേവ ഓണർ കിട്ടുന്നവരുടെ എല്ലാം തന്നെ വിശദമായ ഒരു ബയോഡേറ്റ നമ്മുടെ ഭാരതസേവ സമാജിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന് തുല്യമായ ഒരു വെബ്സൈറ്റാണ്. എന്തുകൊണ്ടാണ് ഓരോരുത്തരും ഭാരത് സേവക് ഉപഹാരത്തിന് അർഹരായതെന്ന് നിങ്ങളെ സ്വയം മനസ്സിലാക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ആ വെബ്സൈറ്റ് നോക്കുന്നതോടുകൂടി ഓരോരുത്തരും ഏതൊക്കെ മേഖലയിലാണ് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുത്തിട്ടുള്ളതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും അതിനുവേണ്ടി രൂപകൽപ്പന ചെയ്തൊരു വെബ്സൈറ്റാണ്. ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ ഉപഹാര ജേതാക്കളുടെയും ബയോഡേറ്റ അതിനകത്ത് വ്യക്തമായി വിശദമായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്ന അവരുടെ ഒരു പ്രവർത്തന മേഖലയിൽ മാത്രം ഊന്നിക്കൊണ്ടെന്നുള്ള ഒരു ചെറിയ വിശദീകരണം നൽകിക്കൊണ്ടാണ്. കാര്യം ഓരോരുത്തരുടെയും ബയോഡേറ്റ നിങ്ങൾ അയച്ചപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ധാരാളം പേജുകളുള്ള ബയോഡേറ്റയാണ് വന്നിട്ടുള്ളത്. എല്ലാം ഇവിടെ വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അവരവരുടെ കർമ്മ മേഖലകൾ മാത്രമാണ് ഞാനിവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് വായിക്കുന്നത്. കാര്യം വിദ്യാഭ്യാസപരമായും പരിശീലനപരമായും ഒക്കെ ധാരാളം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബുക്ക് എഴുതിയവരുടെയൊക്കെയാണ് നീണ്ട ലിസ്റ്റാണ്, അതൊന്നും തന്നെ ഇവിടെ വായിക്കുന്നില്ല. ഓരോ മേഖലയിലും എന്താണ് പ്രധാനപ്പെട്ട അവരുടെ കർമ്മ മേഖല എന്ന് മാത്രം ആണ് ഞാനിവിടെ വായിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ നേരത്തെ സൂചിപ്പിച്ച വെബ്സൈറ്റിൽ നിങ്ങളെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ്. ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക് ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുമ്പോൾ ഇവിടെ ഓരോരുത്തരും ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓഡിയൻസിനെ കാണാനും അവരുടെ ബയോഡേറ്റ വായിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ട് പേര് വിളിക്കുമ്പോൾ ഓരോരുത്തരും ഇവിടെ വന്ന് നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴുത്തിൽ ഇടുന്ന ഷോൾ ഈ പരിപാടി കഴിയുന്നവരെ എല്ലാവരുടെയും കഴുത്തിൽ അണിയേണ്ടതാണ്. എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം. അടുത്തായി ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ ജനറൽ മഞ്ജു ശ്രീകണ്ഠൻ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മഞ്ജുവിനെ ഈ ചടങ്ങിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഭാരത് സേവ ഓണർ വാങ്ങിക്കുന്നവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തിയിട്ടുണ്ട്. അവരെയും എല്ലാം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വ്യക്തിഗത സ്വാഗതത്തിലേക്ക് നീങ്ങുകയാണ്. ആദ്യമായി ഡോക്ടർ സംഗീത് AK. ഇദ്ദേഹം തൃശ്ശൂർ അഷ്ടമിച്ചിറ സ്വദേശിയാണ്. ആരോഗ്യമേഖലയിൽ പ്രവർത്തനം നടത്തി വരുന്നു. കഴിഞ്ഞ 15 വർഷമായാണ് ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നത്. മരുന്നുകളില്ലാത്ത വിവിധ ഓൾട്ടർനേറ്റീവ് തെറാപ്പികൾ പ്രാക്ടീസ് ചെയ്യുന്നു. 10 വർഷമായി സാൻവിവോ ആയുർവേദിക് ആൻഡ് വെൽനസ് ക്ലിനിക് എന്ന സ്ഥാപനം ചാലക്കുടിയിലും മറ്റൊരു ശാഖ കുമ്പിടിഞ്ഞാമാക്കൽ എന്ന സ്ഥലത്തും പ്രവർത്തിച്ചു വരുന്നു. പ്രധാനമായും അക്യുപ്രഷർ, അക്യുമസാജ് തെറാപ്പികളാണ് ചെയ്തു വരുന്നത്. ശരീരത്തിൽ ഫ്ലോ തടസ്സമുള്ള നെർവുകളെയും രക്തക്കുഴലുകളെയും കണ്ടെത്താനും ചെറിയ പ്രഷർ കൊടുത്ത് അതിൻ്റെ ഫ്ലോ ശരിയാക്കാനുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. ഇത് കോശ പുനർജനനത്തെ സഹായിക്കുകയും രോഗാവസ്ഥ ഇല്ലാതാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. SSPE, ഷിഗല്ല, SCN8A തുടങ്ങിയ രോഗങ്ങളെന്ന് വിലയിരുത്തിയതും എല്ലാ മെഡിക്കൽ സയൻസും കൈവിട്ടതും മരണാവസ്ഥയിൽ ഉള്ളതുമായ കുട്ടികളെ ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താനും ചിലരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്. സെറിബ്രൽ പാൾസി, ഓട്ടിസം, ബെൽസ് പാൾസി, പാരാലിസിസ് തുടങ്ങിയ അവസ്ഥയിലുള്ള നൂറുകണക്കിന് പേർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈയിടെ തന്നെ നമുക്കറിയാവുന്നതാണ് സീരിയൽ താരം മനോജ് കുമാർ ബെൽസ് പാൾസി രോഗം ബാധിച്ച് അദ്ദേഹമാണ് ചികിത്സ ഭേദമാക്കിയത്. അതുപോലെ തന്നെ ധാരാളം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ചികിത്സിക്കുകയും അവരെ 90% അസുഖങ്ങൾ മാറ്റിവിടുകയും ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ മരുന്നുകൾ ഇല്ലാതെയാണ് ചികിത്സിക്കുന്നത്. ജഗദീഷ് ശ്രീകുമാർ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ജഗദീഷ് ശ്രീകുമാറിന് സ്വയം ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ചികിത്സിച്ച് ഈ ഒരു അവസ്ഥയിൽ സ്വയം ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തത് ഇദ്ദേഹമാണ്. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കുട്ടികളെ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. മംഗളം എക്സലൻസ് അവാർഡ്, ചാലക്കുടി MLA അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സാൻവിവോ എന്ന പേരിൽ ചാലക്കുടിയിലും പുന്നേലിപ്പടിയിലും ക്ലിനിക്കുകൾ നടത്തി വരുന്നു. ആരോഗ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, മലപ്പുറം രണ്ടത്താണി സ്വദേശി. MES ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പെരിന്തൽമണ്ണ, MES KVM കോളേജ് വളാഞ്ചേരി, MES കല്ലടി കോളേജ്, MES മണ്ണാർക്കാട് എന്നിവിടങ്ങളിൽ പ്രിൻസിപ്പലായിരുന്നു. നിലവിൽ കേരള സാംസ്കാരിക വകുപ്പിൻ്റെ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി കൊണ്ടോട്ടിയുടെ ചെയർമാനും മലപ്പുറം CPA കോളേജ് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസ് പ്രിൻസിപ്പലുമാണ്. അക്കാദമി സൂഫി സെറ്റിൽമെൻറ്റ്, മലബാർ കോസ്റ്റ്, ഇൻഡോ അറബ് വ്യാപാര ബന്ധങ്ങൾ, മാപ്പിള നാടോടി സംസ്കാരത്തിലെ വർഗീയ ഐക്യം, സ്വാമി വിവേകാനന്ദന് മതസൗഹൃദവും,
ഇന്ത്യൻ ചരിത്രത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനം തുടങ്ങി 35ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഓഫ് മുസ്ലിം, ചരിത്രമുത്തുകൾ, സ്വാതന്ത്ര്യം വിഭജനത്തിൽ, ഇന്ത്യ ചരിത്രത്തിലെ അനർഘ നിമിഷങ്ങൾ തുടങ്ങി 25ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡൽഹി ഭാരത് ശിക്ഷാരത്ന എഡ്യൂക്കേഷൻ അവാർഡ്, ചെന്നൈ ഭാരത് രത്ന രാജീവ് ഗാന്ധി അവാർഡ് ഫോർ ഇക്കണോമിക്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ്, UAE ഡോക്ടർ CK കരീം അവാർഡ് ഫോർ ദ ബെസ്റ്റ് റിസർച്ച് ഓൺ മാപ്പിള മുസ്ലിം തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി ചെയർമാൻ, കേരള സർക്കാർ സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്റർ ഡയറക്ടർ ബോർഡ് മെമ്പർ, ആർക്കൈവൽ പബ്ലിഷിംഗ് എഡിറ്റോറിയൽ ബോർഡ് അംഗം, SRC കമ്മ്യൂണിറ്റി കോളേജ് ഡയറക്ടർ ബോർഡ് കൗൺസിൽ അംഗം, ഇന്റർഫെയ്ത്ത് ഹാർമണി ഇൻഡോ മലേഷ്യൻ വെഞ്ചർ മഅദനിൻ അക്കാദമി ഡയറക്ടർ, അറബി വിഭാഗം കാലിക്കറ്റ് സർവകലാശാല കോർഡിനേറ്റർ, പൂങ്കാവന ഫാമിലി മാഗസിൻ്റെ ചീഫ് എഡിറ്റർ, ഇസ്ലാമിക് എൻസൈക്ലോപീഡിയ മലയാളത്തിൻ്റെ ചീഫ് എഡിറ്റർ, ഇശൽ പൈതൃകം മഹാകവി മൊയ്തീൻകുട്ടി വൈദ്യ സ്മാരക ചീഫ് എഡിറ്റർ എന്നീ നിലകളിലും ഇദ്ദേഹം പ്രവർത്തിക്കുന്നു. വൈജ്ഞാനിക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ജയപ്രകാശ് രാഘവയ്യ, കോഴിക്കോട് സ്വദേശി, കോളേജ് അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. തുടർന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓഫീസറായി. ബാങ്ക് പ്ലാനിംഗ് ഗവേഷണ മേഖലയിൽ ദീർഘപരിചയം. പഠന ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കാൻ ബാങ്കിൽ നിന്ന് വിരമിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻറ്റ് ഗുവാഹത്തിയിൽ അസോസിയേറ്റ് പ്രൊഫസറായും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിൽ പ്രൊഫസറുമായി പ്രവർത്തിച്ചു. കൊളോണിയൽ മലബാർ ജില്ലയുടെ സാമ്പത്തിക സാമൂഹ്യ പരിണാമങ്ങൾക്ക് നിദാനമായ വ്യാവസായിക വളർച്ചയിൽ ചാലകശക്തിയെ പ്രവർത്തിച്ച ബാസൽ മിഷൻ മലബാറിൽ കൈത്തറി, ഓട് വ്യവസായ മേഖലയിൽ ആധുനിക വ്യവസായങ്ങൾ സ്ഥാപിച്ചു. ഈ വ്യവസായങ്ങൾ മലബാർ സമ്പദ്ഘടനയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും തുടർന്ന് മലബാറിൽ വളർന്നുവന്ന വ്യവസായ സംരംഭവും വലുതാണ്. സാമൂഹ്യ ചലനാത്മക പ്രവർത്തനങ്ങളെ ആഴത്തിൽ പഠിക്കുകയും ചരിത്ര ഗവേഷണ രംഗത്ത് തനതായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും വിദേശത്തും സെമിനാറുകളിൽ പങ്കെടുക്കുകയും ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ബേസൽ മിഷൻ ഇൻഡസ്ട്രീസ് ഇൻ മലബാർ ആൻഡ് സൗത്ത് കാനറ, ഫെയ്ത്ത് ആൻഡ് ഇൻഡസ്ട്രിയൽ റിഫോർമേഷൻ എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ സീനിയർ റിസർച്ച് ഫെലോ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ MT നാരായണൻ, കണ്ണൂർ കണ്ടേത്ത് സ്വദേശി, പ്രഭാഷകൻ, ചരിത്രകാരൻ. നിരവധി ദേശീയ അന്തർദേശീയ സെമിനാറുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. പ്രധാന കൃതി അഗ്രേറിയൻ റിലേഷൻസ് ഇൻ ലേറ്റ് മെഡീവൽ മലബാർ ആണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ്, കൊല്ലം TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല എന്നിവിടങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. കാലടി സർവകലാശാല ചരിത്ര വിഭാഗം മേധാവിയായും സർവകലാശാലയുടെ പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രം ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്, ദക്ഷിണേന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് തുടങ്ങിയവയുടെ ആജീവനാന്ത അംഗം, കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ ചരിത്ര പഠന ബോർഡുകളുടെയും പരീക്ഷാ മൂല്യനിർണ്ണയ സമിതിയുടെയും ചെയർമാൻ, 8 PhD ബിരുദങ്ങൾക്ക് മാർഗദർശി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗത്തിലെ മഹാത്മാ അയ്യങ്കാളി ചെയറിൻ്റെ വിസിറ്റിംഗ് പ്രൊഫസർ, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല PG പഠന ബോർഡ് ചെയർമാൻ, അക്കാഡമിക് കൗൺസിൽ അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. ചരിത്രകാരൻ എന്ന നിലയിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ N ലക്ഷ്മിക്കുട്ടി, ആലുവ സ്വദേശി, മഹാത്മാഗാന്ധി സർവകലാശാലയുടെ MA ഹിസ്റ്ററി എക്സാമിനേഷൻ ചെയർമാനായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സ്റ്റേണൽ ബോർഡ് മെമ്പറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. UC കോളേജിലെ വിമൻ സെല്ലിൻ്റെ സ്ഥാപക പ്രസിഡന്റായിരുന്നു. ജനശിക്ഷ സംസ്ഥാന എറണാകുളത്തിൻ്റെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് മെമ്പറായി 3 വർഷം സേവനമനുഷ്ഠിച്ചു. പുസ്തകങ്ങളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണലിസം ആൻഡ് സ്വാമി വിവേകാനന്ദൻ എന്ന പേരിൽ പ്രബന്ധം തയ്യാറാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. PhD തീസിസായ സ്വാമി വിവേകാനന്ദ ഓൺ ഇന്ത്യൻ റീകൺസ്ട്രക്ഷൻ എന്ന പേരിൽ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിൻ്റെ മലയാള പരിഭാഷ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ധാരാളം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. വിവിധ വിഷയങ്ങളിൽ പല പ്രഭാഷണങ്ങളും ആകാശവാണി നിലയത്തിൽ നിന്ന് ഇപ്പോഴും പ്രക്ഷേപണം ചെയ്തു വരുന്നു. കൊച്ചി നിലയത്തിൽ ഏകദേശം 12 സുഭാഷിതം പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. യുവതലമുറയ്ക്ക് മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആലുവയിൽ ഡോക്ടർ ലക്ഷ്മിക്കുട്ടി ഫൗണ്ടേഷൻ ഫോർ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനം സ്ഥാപിച്ചു. സ്വാമി വിവേകാനന്ദൻ്റെ ദാർശനിക സന്ദേശങ്ങളെ അവയുടെ പുനർനിർണയത്തിലൂടെ കേരളീയ സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം നിർവഹിക്കാനാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ളത്. ജന്മനാടായ ചേന്ദമംഗലംകാരുടെ അംഗീകാരങ്ങൾ, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിഭാ പുരസ്കാരം, വിവേകാനന്ദ
സാഹിത്യ പ്രചാരക ബഹുമതി, മഹാകവി കുട്ടമത്ത് ഹെറിറ്റേജ് അനുമോദന പുരസ്കാരം തുടങ്ങി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ 90 വർഷം പിന്നിട്ട ചേന്ദമംഗലം നായർ സമാജം പബ്ലിക് ലൈബ്രറിയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്നു. സാംസ്കാരിക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സ്മിത മുരളി, എറണാകുളം തേവര സ്വദേശി, അധ്യാപിക, ട്രാൻസ്ലേറ്റർ. വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കോളേജുകളിലും ജോലി ചെയ്തു. എറണാകുളം ഭാരത് മാതാ കോളേജ്, UT വിമൻസ് കോളേജ് മഞ്ചേരി, KMM ആർട്സ് കോളേജ് തൃക്കാക്കര തുടങ്ങി വിവിധ കോളേജുകളിൽ അധ്യാപികയായി ജോലി ചെയ്തിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി 3 മാസം കൂടുമ്പോൾ വരുത്തുന്ന ജേർണലായ മലയാളം ലിറ്റററി സർവേയിൽ പ്രമുഖ കവികളുടെ മിക്ക കവിതകളും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഹാർട്ട്സ് ഇൻ ഡിസ്ട്രസ് എന്ന പേരിൽ ഒരു ഇംഗ്ലീഷ് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒറീസയിൽ വേൾഡ് 3rd നാഷണൽ കോൺഫറൻസിൽ കേരളത്തിനെ പ്രതിനിധീകരിച്ച് ഏക മലയാളി എന്ന നേട്ടം കൈമുതലായിട്ടുണ്ട്. നാഷണൽ ട്രാൻസ്ലേറ്റഡ് കോൺഫറൻസിൽ ഒറീസ ഗവൺമെൻറ് ഫലകവും താമ്രപത്രവും നൽകി ആദരിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ബെസ്റ്റ് ട്രാൻസ്ലേറ്റർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 5 മലയാളം കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗദ്യരൂപത്തിലുള്ള ആധുനിക കവിതകളാണ് പ്രധാനമായും എഴുതുന്നത്. റിയ ടൂർസ് ആൻഡ് ട്രാവൽസ്, സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എഡ്യൂക്കേഷൻ അക്കാഡമിക് കൗൺസിലായി വർക്ക് ചെയ്തിട്ടുണ്ട്. സാഹിത്യത്തിന് പുറമെ അഭിനയത്തിലും മികവ് നേടിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ആൻഡ് മലയാളം നാടകങ്ങളിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ക്വിസ് മത്സരങ്ങളിലും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന. സ്നേഹപൂർവ്വം സ്വാഗതം. പ്രൊഫസർ M. ദാസൻ, കോഴിക്കോട് ചേവായൂർ സ്വദേശി, ഗവൺമെൻറ് കോളേജ് മടപ്പള്ളി ലെക്ചർ, കോഴിക്കോട് സർവകലാശാല ഇംഗ്ലീഷ് വകുപ്പിൻ്റെ ലെക്ചറർ, ഡീൻ, കണ്ണൂർ സർവകലാശാല ഇംഗ്ലീഷ് വകുപ്പ് അധ്യക്ഷൻ, ഡീൻ, കേരള കേന്ദ്ര സർവകലാശാല പെരിയയുടെ വകുപ്പ് അധ്യക്ഷൻ, ഡീൻ, കോഴിക്കോട് സർവകലാശാല രജിസ്ട്രാർ, തലശ്ശേരി ക്യാമ്പസ് കണ്ണൂർ സർവകലാശാല ഡയറക്ടർ, കണ്ണൂർ സർവകലാശാല കേരിയൻ പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ, കോഴിക്കോട് സർവകലാശാല NSS പ്രോഗ്രാം ഓഫീസർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, കോഴിക്കോട് സർവകലാശാല കോർഡിനേറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. രാജ്യത്തിനകത്ത് 80ഓളം ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സാഹിത്യം, സംസ്കാരം, ദളിത് ആദിവാസി പഠനം, സ്ത്രീ പഠനം, താരതമ്യ പഠനം, ഭാഷാ പഠനം തുടങ്ങിയ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി 16ഓളം PhD പ്രബന്ധങ്ങളും 10ഓളം MPhil പ്രബന്ധങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. ചൈന ഇന്റർനാഷണൽ ബീജിംഗ് സർവകലാശാല, ക്യൂബ ഹോൾഗിൻ സർവകലാശാല, സൗത്ത് ആഫ്രിക്കയിലെ വിറ്റ് വാട്ടർ സ്റ്റാൻഡ് സർവകലാശാല, ഓസ്ട്രേലിയയിലെ വെസ്റ്റേൺ സർവകലാശാല എന്നിവിടങ്ങളിൽ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. UGC, UPSC, കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾ തുടങ്ങി വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എക്സ്പെർട്ട് അഡ്വൈസർ സെലക്ഷൻ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. കോഴിക്കോട് ജില്ലയിലെ ചാലിയാർ നദി മലിനീകരണത്തിനെതിരെ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തി. നർമ്മദ ആന്തോളൻ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് 1 മാസത്തോളം പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ദളിത് ആദിവാസി ഭൂസമരത്തിലും പങ്കെടുത്തു. കേരള സംസ്ഥാന ജൈവ കർഷക സമിതിയിൽ പ്രവർത്തിക്കുന്നു. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും സാമ്പത്തിക സഹായവും നൽകി വരുന്നു. കേരള കേന്ദ്ര സർവകലാശാലകളിൽ സ്വന്തം ചിലവിൽ 1000ഓളം വിവിധ മരങ്ങളുടെയും ഫലവൃക്ഷങ്ങളുടെയും തൈകളും 20ഓളം വിവിധതരം മുളത്തൈകളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അധ്യാപന മേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ R. വേലായുധൻ, തിരുവനന്തപുരം പൂജപ്പുര സ്വദേശി, 40 വർഷമായി സംഖ്യാശാസ്ത്രം, വാസ്തുശാസ്ത്രം എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. കോർപ്പറേഷൻ ബാങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തുടർന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കേഴ്സ് ICAAയുടെയും കോമേഴ്സ് ഫാക്കൽറ്റിയായി പ്രവർത്തിച്ചു. പല മാഗസിനിലും ചാനലുകളിലും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 26 വർഷമായി ശബരിമല മകരവിളക്കിൻ്റെയും ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പൊങ്കാലയുടെയും കരിക്കകം ക്ഷേത്രത്തിലെ പൊങ്കാലയുടെയും തത്സമയ ദൃശ്യാവിഷ്കാരങ്ങൾ ഏഷ്യാനെറ്റ്, ജയ്ഹിന്ദ്, അമൃത, ACV, M7 മുതലായ ചാനലുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പൂജപ്പുര യുവജന സമാജം ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും കഥകൾ വായിച്ച് വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുന്നു. ഈ സംരംഭം 1652 ദിവസം പിന്നിട്ടു. പൂജപ്പുര ഭരതം എന്ന സംഘടനയുടെ സെക്രട്ടറിയായും ഗാനസംഘം, സംഘം കലാ ഗ്രൂപ്പ് എന്നിവയുടെ പ്രസിഡന്റായും പ്രൊഫസർ രഘുരാമൻ നായർ ട്രസ്റ്റ്, KVMS, എയിംസ് എന്നിവയുടെ എക്സിക്യൂട്ടീവ് അംഗമായും പ്രവർത്തിക്കുന്നു. നിലവിൽ ഓൾ ഇന്ത്യ ലെവലിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ്, ബാങ്കിംഗ് എന്നീ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു.
കൂടാതെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഗസ്റ്റ് ഫാക്കൽറ്റിയായും ജോലി ചെയ്യുന്നു. സാംസ്കാരിക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ആലപ്പി ഋഷികേശ്, ആലപ്പുഴ മുഹമ്മദ് സ്വദേശി, 53 വർഷമായി സംഗീത സംവിധായകനായി പ്രവർത്തിച്ചു വരുന്നു. 1500-ലധികം അമച്വർ പ്രൊഫഷണൽ നാടകങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. 900-ലധികം കഥാപ്രസംഗങ്ങൾക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്. നാന സിനിമ മാസിക ഗാലപ്പോൾ അവാർഡ്, സ്വാതി തിരുനാൾ സംഗീത സഭയുടെ അവാർഡ്, കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ അവാർഡ് 2000, 2004, 2005, 2006, 2008 മുതൽ 2022 വരെ തുടർച്ചയായിട്ട് സ്റ്റേറ്റ് അവാർഡ്, 2015 കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം, അതുപോലെ തന്നെ 750-ൽ പരം മറ്റ് പ്രൊഫഷണൽ അവാർഡുകളും നേടിയിട്ടുണ്ട്. സംഗീത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ബിന്ദു സുരേഷ്, മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ സുബേദാർ മേജർ റാങ്കിൽ ജോലി ചെയ്യുന്നു. അതോടൊപ്പം നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് ബ്ലാക്ക് കാറ്റിൽ ഇൻസ്പെക്ടറും ആണ്. 2002 നവംബറിൽ മധ്യപ്രദേശിലെ കരേര എന്ന സ്ഥലത്തായിരുന്നു ആദ്യ പോസ്റ്റിംഗ്. തുടർന്ന് സ്പെഷ്യൽ സെക്യൂരിറ്റി വിംഗായ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ആയി സേവനമനുഷ്ഠിക്കുവാൻ സാധിച്ചു. ദുഷ്കരമായ ഏത് ദൗത്യവും ഏറ്റെടുക്കുവാൻ ബാധ്യസ്ഥയായി. തീവ്രവാദികളുടെ ആക്രമണങ്ങൾ, ദുരന്തങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ, VVIP ഡ്യൂട്ടി തുടങ്ങി പല പ്രധാന ഡ്യൂട്ടികളും ഏറ്റെടുക്കുന്ന സംഘത്തിൽ ഇൻസ്പെക്ടർ റാങ്കിൽ അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചു. 2016 മുതൽ ആലപ്പുഴ ജില്ലയിൽ നൂറനാട് ITBP ക്യാമ്പിൽ ജോലി ചെയ്തു വരുന്നു. 2018-19 പ്രളയത്തിൽ രാജ്യരക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ സാധിച്ചു. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, പാണ്ടനാട്, ചെങ്ങന്നൂർ എന്നീ ഭാഗങ്ങൾ ITBPയുടെ നിരവധി ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിൽ നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കൊറോണ കാലത്ത് നിരവധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു. ഈ പ്രവർത്തനത്തിന് ഗുഡ് സർവീസ് എൻട്രിയും റെക്കോർഡുകളും ലഭിച്ചിട്ടുണ്ട്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നിലവിൽ പ്രവർത്തിച്ചു വരുന്നു. രാജ്യരക്ഷാ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്ന. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അനിൽകുമാർ S, വിളപ്പിൽശാല സ്വദേശി. തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശി, സാമൂഹ്യ പ്രവർത്തകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ, അധ്യാപകൻ. പേയാട് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ ആൽഫയിൽ അധ്യാപകനായി തുടർന്ന് പ്രിൻസിപ്പലായും ഹെഡ് മാസ്റ്ററായും സേവനമനുഷ്ഠിച്ചു. 2018 മുതൽ ലയൺസ് ക്ലബ്ബുമായി ചേർന്ന് സേവന പ്രവർത്തനങ്ങൾ നടത്തി. സോൺ ചെയർപേഴ്സൺ, പ്രസിഡന്റ്, ലിയോ അഡ്വൈസർ തുടങ്ങി ധാരാളം പോസ്റ്റുകൾ വഹിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും തിരുമല ജംഗ്ഷനിൽ 50 പേർക്കുള്ള ഭക്ഷണപ്പൊതി നൽകി വരുന്നു. വഴിയോര കച്ചവടക്കാർക്ക് 10 കുടകൾ നൽകി 3 ഓപ്പൺ ലൈബ്രറി സ്ഥാപിച്ചു. ക്യാൻസർ രോഗികൾക്ക് വീൽ ചെയർ, 500ഓളം പെൺകുട്ടികൾക്ക് മെൻസ് കപ്പ് വിതരണം, മാലിന്യം വലിച്ചെറിയരുത്, ഇവിടെ മാലിന്യമുക്തമാക്കണമെന്ന സന്ദേശം പാറശാല മുതൽ ഹരിപ്പാട് വരെ എത്തിച്ചു. പൊതുസ്ഥലങ്ങളിൽ ഡസ്റ്റ്ബിൻ സ്ഥാപിച്ചു. പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികൾക്ക് കുട, ബാഗ്, നോട്ട്ബുക്ക് എന്നിവ നൽകി വരുന്നു. 2018 മുതൽ എല്ലാ അധ്യാപക ദിനത്തിലും ലയൺസ് ക്ലബ്ബുകൾ നല്ല അധ്യാപകനുള്ള അവാർഡ് നൽകുന്നു. മികച്ച അധ്യാപകനുള്ള യൂണിക് അക്കാഡമി IT സ്കൂൾ അവാർഡ്, 2019 ഏറ്റവും മികച്ച ലിയോ കോർഡിനേറ്റർക്കുള്ള അവാർഡ്, ഏറ്റവും നല്ല പ്രസിഡന്റിനുള്ള ഡിസ്ട്രിക്ട് അവാർഡ്, മികച്ച പ്രസിഡന്റിനുള്ള മൾട്ടിപ്പിൾ അവാർഡ്, ലയൺസ് ഇന്റർനാഷണൽ പ്രസിഡന്റ് അവാർഡ്, ഏറ്റവും മികച്ച സോൺ ചെയർപേഴ്സൺ അവാർഡ്, 365 ദിവസവും സേവനം ചെയ്തതിന് ലയൺസ് ക്ലബിൻ്റെ പ്രത്യേക അവാർഡ്, എക്സലൻസ് അവാർഡ്, ഏറ്റവും കൂടുതൽ ഡയബറ്റിക് ക്യാമ്പ് നടത്തിയതിനുള്ള അവാർഡ്, ഏറ്റവും കൂടുതൽ വിഷൻ ക്യാമ്പ്, കാറ്ററാക്ട് ശസ്ത്രക്രിയ നടത്തിയതിനുള്ള അവാർഡ്, വിധവകൾക്ക് ലയൺസ് ക്ലബ്ബ് വഴി 5 വീടുകൾ നിർമ്മിച്ച് നൽകി അതിന് നേതൃത്വം നൽകാനുള്ള പ്രത്യേക അവാർഡ്. ഇങ്ങനെ ധാരാളം അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ വിപിൻ കുമാർ, പോണ്ടിച്ചേരി മാഹി സ്വദേശി, മികച്ച വെളിച്ചെണ്ണ ഉൽപ്പാദകനാണ്. അശേഷം മായം കലരാതെ പ്രകൃതിദത്തമായ വെളിച്ചെണ്ണയുടെ നിർവഹണം നടത്തി അംഗീകാരം നേടിയ മന്നൻ അഗ്മാർക്ക് വെളിച്ചെണ്ണയുടെ നിർമ്മാതാവാണ്. 1998 മുതൽ അഗ്മാർക്ക് ഗുണനിലവാരം തുടർച്ചയായി നിലനിർത്തുന്ന എണ്ണയാണ് പള്ളൂരിലെ റോജ ഓയിൽ മിൽസിൻ്റെ മന്നൻ വെളിച്ചെണ്ണ. ഗുണമേന്മയുള്ള മികച്ച വെളിച്ചെണ്ണ നിർമ്മാതാവ് എന്ന നിലയിൽ പല പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സുരക്ഷിത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര അംഗീകാരമായ ISO
2005 ലഭിച്ചതിന് പുറമെ 1998 മുതൽ ഗുണമേന്മയ്ക്കായുള്ള ഭാരത സർക്കാരിൻ്റെ അഗ്മാർക്ക് അംഗീകാരവും സ്ഥിരമായി നേടിയ ഇന്ത്യയിലെ ഒന്നാമത്തെ ഗ്രേഡ് 1 പ്രകൃതിദത്ത വെളിച്ചെണ്ണ എന്ന ബഹുമതിയും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വിഷരഹിത ഭക്ഷ്യ വിഭവ നിർമ്മാണ മേഖലയിൽ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സജി കെ ജോയ്, ആലപ്പുഴ നൂറനാട് സ്വദേശി, സാമൂഹ്യ പ്രവർത്തകൻ. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി കേരളത്തിലെ വിവിധ ജില്ലകളിലായി സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. പ്രവാസി മലയാളിയായിരുന്നപ്പോഴും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വിനിയോഗിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ മരുന്നുകളും നിർധനരായവർക്ക് സാമ്പത്തിക സഹായവും ചെയ്തിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങി നൽകുകയും പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുകയും ചെയ്തു വരുന്നു. ഇതോടൊപ്പം മാധ്യമ മേഖലയിലും കൺസ്ട്രക്ഷൻ മേഖലയിലും സജീവമായി പ്രവർത്തിക്കുകയും നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. യങ് ഇന്ത്യൻ അവാർഡ്, ഭാരതരത്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി അവാർഡ്, സഹാറ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഡോക്ടർ BR അംബേദ്കർ രത്ന അവാർഡ്, വിവിധ കലാ സാംസ്കാരിക സംഘടനയുടെ ആദരവുകൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ CPIM ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ കൊടുമൺ ഗോപാലകൃഷ്ണൻ, പത്തനംതിട്ട കൊടുമൺ സ്വദേശി, രചയിതാവ്, സംവിധായകൻ, അഭിനേതാവ്. 3.5 പതിറ്റാണ്ടായി തിയേറ്റർ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഗ്രാമീണ നാടകങ്ങൾ, സ്കൂൾ കോളേജ് തിയേറ്റർ നാടകങ്ങൾ, തെരുവ് നാടകങ്ങൾ, ശാസ്ത്ര സാമൂഹ്യ നാടകങ്ങൾ എന്നിവയ്ക്ക് രചനയും സംവിധാനവും നടത്തിവരുന്നു. 210 നാടകങ്ങൾ ഇതിനോടകം രചിച്ചിട്ടുണ്ട്. ബാലസാഹിത്യം, ചരിത്ര ഇതിഹാസങ്ങൾ തുടങ്ങി 22 നാടകങ്ങൾ പുസ്തകങ്ങളാക്കിയിട്ടുണ്ട്. വില്യം ഷേക്സ്പിയറിൻ്റെ ഒതല്ലോ, ജൂലിയസ് സീസർ എന്നിവ 350 വേദികളിൽ ഒറ്റയാൾ നാടകയാത്രയായി നടത്തി. സോഫോക്ലീസിൻ്റെ ഈഡിപ്പസ്, ജീൻ വാൽജീൻ, സോക്രട്ടീസ്, കുഞ്ഞാലിമരയ്ക്കാർ, അണിയറയിലെ ഷേക്സ്പിയർ, വേലുത്തമ്പി ദളവ തുടങ്ങി നിരവധി ചരിത്ര നാടകങ്ങളുടെ രചനയും സംവിധാനവും അഭിനയവും കാഴ്ചവെച്ചിട്ടുണ്ട്. മൃച്ഛകടികം, ഭരതമുനിയും നാട്യശാസ്ത്രവും, കരുണ, അങ്കുലിമാല, നിഴൽക്കുത്ത്, പാവക്കുത്ത്, ആശ്ചര്യ ചൂടാമണി, ചിലപ്പതിക്കാരം, മഹാകവി ശക്തിഭദ്രൻ തുടങ്ങി നിരവധി സംസ്കൃത നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇരകൾ, ഫസ്ബൽ, കുട നന്നാക്കുന്ന ചോയി, അങ്ങനെ ധാരാളം മലയാള നാടകങ്ങൾക്ക് രചനയും സംവിധാനവും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള സ്കൂളുകൾക്കായി നാടക പഠനശാലയും ശില്പശാലയും നടത്തിപ്പോരുന്നു. നല്ല നടനുള്ള EV കൃഷ്ണപിള്ള അവാർഡ്, സംവിധാനത്തിന് തിക്കുറിശി ഫൗണ്ടേഷൻ അവാർഡ്, നെഹ്റു യുവകേന്ദ്ര അവാർഡ്, ബാലസാഹിത്യത്തിന് വയല വാസുദേവൻ പിള്ള അവാർഡ്, നാടക രചനയ്ക്ക് ഭരത് PG ആൻ്റണി അവാർഡ്, KT മുഹമ്മദ് അവാർഡ്, ഡോക്ടർ അംബേദ്കർ നാഷണൽ ഫെലോഷിപ്പ്, പുസ്തകത്തിന് കാളിദാസ കർമ്മശ്രേഷ്ഠ അവാർഡ്, സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ പ്രവാസി കലാശ്രേഷ്ഠ അവാർഡ്, ഷേക്സ്പിയർ അവാർഡ്, കെടാമംഗലം സദാനന്ദൻ അവാർഡ്, പാല KM മാത്യു ബാലസാഹിത്യ അവാർഡ്, വയലാർ രാമവർമ്മ അവാർഡ്, ഇങ്ങനെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ തിലകൻ സ്മാരക വേദി സെക്രട്ടറി, ഗിരീഷ് കണ്ണാട് തിയേറ്റർ സെക്രട്ടറി, സർഗകലാ നാടക ഗാലറി ചെയർമാൻ, ഇന്ത്യൻ തിയേറ്റർ ഫൗണ്ടേഷൻ രക്ഷാധികാരി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. സംസ്കൃത നാടകരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സത്യപ്രസാദ്, കൊല്ലം പെരിനാട് സ്വദേശി, അഭിനേതാവ്, കർഷകൻ, പ്രവാസി മലയാളിയായി ഇദ്ദേഹം നാട്ടിലെത്തിയ ശേഷം 35 വർഷമായി നാടക സീരിയൽ രംഗത്ത് സജീവമാണ്. 2000 പരം നാടകങ്ങളിൽ അഭിനയിച്ചു. കൊല്ലം ചൈതന്യ, കോട്ടയം വിശ്വസാരഥി, കോട്ടയം നാഷണൽ, തിരുവനന്തപുരം പ്രണവം, അങ്ങനെ ധാരാളം നാടക വേദികളിൽ അഭിനയിച്ചിട്ടുണ്ട്. നാടക മത്സരങ്ങളിൽ മികച്ച നടനുള്ള ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം മികച്ച കർഷകനാണ്. ചുവപ്പ്, വെള്ള, മഞ്ഞ എന്നീ 3 നിറങ്ങളിലുള്ള ചെണ്ടുമല്ലിപ്പൂവുകൾ കൃഷി ചെയ്ത് 100 മേനി വിളയിച്ചെടുത്തിട്ടുണ്ട്. പാട്ടത്തിന് ഭൂമി എടുത്ത ആ ഭൂമിയിൽ പച്ചക്കറികൾ, വാഴ, കിഴങ്ങുവർഗ്ഗങ്ങൾ, ചേന, ചേമ്പ്, പപ്പായ, പാവൽ, വെണ്ട അങ്ങനെ ധാരാളം കൃഷികൾ ചെയ്തു വരുന്നു. പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും മികച്ച കർഷകനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കുണ്ടറ പ്രവാസി സംഘം ജോയിന്റ് സെക്രട്ടറിയും പൊതുപ്രവർത്തകനും കൂടിയാണ്. കാർഷിക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ വസന്തകുമാരൻ നായർ കെ, തിരുവനന്തപുരം പേയാട് സ്വദേശി, അധ്യാപകൻ, സാമൂഹ്യ പ്രവർത്തകൻ. പ്രൈമറി സ്കൂൾ അധ്യാപകനായി തുടങ്ങി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായി വിരമിച്ചു. 1999 മുതൽ 2017 വരെ കരിക്കുലം കമ്മിറ്റിയുടെ അംഗമായിരുന്നു. 300 കുടുംബങ്ങൾ അംഗങ്ങളായ അവനി റെസിഡൻസ് അസോസിയേഷൻ 6 വർഷമായി പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്നു. SCERT പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിൽ പങ്കാളിയായിരുന്നു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി,
ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസവും മൂല്യനിർണ്ണയവും, ആധുനിക ക്ലാസ് മുറിയിൽ അധ്യാപകൻ്റെ റോൾ, പാഠപുസ്തകങ്ങൾ ആർക്കു വേണ്ടി, എന്തുകൊണ്ട്, എങ്ങനെ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ധാരാളം വിദ്യാഭ്യാസ സെമിനാറുകൾ നടത്തിയിട്ടുണ്ട്. CBSE സ്കൂളിന് വേണ്ടി മോർണിംഗ് റൈസ് എന്ന പുസ്തകം തയ്യാറാക്കി കൊടുത്തു. രസകരമായ നിരവധി കഥകൾ കുട്ടികൾക്ക് വേണ്ടി രചിക്കുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. CBSEക്ക് വേണ്ടി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ധാരാളം പ്രാവശ്യം അധ്യാപക പരിശീലനത്തിനും പേപ്പർ പ്രസൻറ്റേഷനും പോയിട്ടുണ്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് പാഠപുസ്തകവും നോട്ട്ബുക്കുകളും യൂണിഫോമുകളും ഫീസും കൊടുത്തിട്ടുണ്ട്. പേയാട് സത്യാന്വേഷണ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ അമ്മമാരുടെ ക്ഷേമത്തിന് വേണ്ടി സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു വരുന്നു. വീട് വയ്ക്കാൻ സ്ഥലവും സാമ്പത്തിക സഹായം അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പല കുടുംബങ്ങൾക്കും സാമ്പത്തിക സഹായം മാത്രം ചെയ്യുന്നുണ്ട്. ക്യാൻസർ രോഗികൾക്ക് ധനസഹായം ചെയ്തു വരുന്നു. കിടപ്പ് രോഗികൾ, വൃദ്ധജനങ്ങൾ എന്നിവർക്കും പ്രത്യേകം സഹായം ചെയ്യുന്നു. കോവിഡ് കാലത്തും ധാരാളം സാമ്പത്തിക സഹായങ്ങളും ഔഷധങ്ങളും കൊടുത്ത് സഹായിച്ചു. തിരുവനന്തപുരത്ത് കോട്ടണിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് 2 പ്രാവശ്യം ബെസ്റ്റ് ടീച്ചർ അവാർഡ് നേടിയിട്ടുണ്ട്. അധ്യാപക സംഘടനകൾ നൽകുന്ന ബെസ്റ്റ് ടീച്ചർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പല അസോസിയേഷനിൽ നിന്ന് ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. അധ്യാപന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ കമാൻഡോ സുരേഷ്, തിരുവനന്തപുരം പേയാട് സ്വദേശി, മൃഗസ്നേഹി. നായ്ക്കളോടുള്ള സ്നേഹമാണ് ഇദ്ദേഹത്തെ കമാൻഡോ സുരേഷ് ആക്കിയത്. റോഡിൽ ഉപേക്ഷിക്കപ്പെട്ടതും പ്രായമായതുമായ നായ്ക്കൾക്ക് അഭയമേകാനായി പേയാടുള്ള കമാൻഡോ ഡോഗ് ഹോസ്റ്റൽ ആൻഡ് ട്രെയിനിങ് സെൻറ്റർ നടത്തിവരുന്നു. പോലീസിലും കസ്റ്റംസിലും നായ്ക്കൾക്ക് സുഖചികിത്സയും പരിശീലനവും നൽകാൻ ഇദ്ദേഹത്തെ നിയമിച്ചിരുന്നു. നായ്ക്കൾക്ക് വേണ്ടി ഹോസ്റ്റൽ, ട്രെയിനിങ്, ട്രീറ്റ്മെൻറ്റ്, സുഖചികിത്സ, ശ്മശാനം എന്നിവയും ഒരുക്കുന്നു. കൂടാതെ വാടകയ്ക്ക് നായ്ക്കളെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. 20 വർഷമായി സംസ്ഥാന സർക്കാരിൻ്റെ ഓണാഘോഷത്തിനും കേരളീയം പരിപാടിയിലും മറ്റനവധി ഫെസ്റ്റിവലിലും ഡോഗ് ഷോ നടത്തിവരുന്നു. തൊഴിലില്ലാത്ത യുവാക്കൾക്ക് സൗജന്യമായ നായ പരിശീലനം നൽകാറുണ്ട്. ഗവൺമെൻറ്റിനെയും പല സംഘടനയും ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മൃഗപരിപാലന രംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മുഹമ്മദ് സലീം, ആലപ്പുഴ ചെറുതന സ്വദേശി. 1982 മുതൽ ഡ്രൈവറായി ജോലി നോക്കിക്കൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി പങ്കെടുത്തു. 1997 സൗദിയിൽ മുസ്ലിമീൻ എന്ന സംഘടനയിലൂടെ പലരെയും സഹായിച്ചിട്ടുണ്ട്. 2018 വെള്ളപ്പൊക്കക്കെടുതി നേരിട്ട ചില പ്രദേശങ്ങളിൽ പാവപ്പെട്ടവർക്ക് ജമാഅത്തെ അൽഹിന്ദ് എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവസ്തുക്കൾ, പാത്രങ്ങൾ, സ്ത്രീകൾക്കുള്ള വസ്ത്രങ്ങൾ എന്നിവ നൽകി. ചെളി കയറിയ 100 കണക്കിന് കിണറുകൾ മോട്ടോർ വെച്ച് അടിച്ചു വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്തു. നിലവിൽ പാവപ്പെട്ട നിർധനരായ രോഗികൾക്ക് നാട്ടിലെ ആശുപത്രികളിൽ പോകുന്നതിന് വാഹന സൗകര്യം നൽകി വരുന്നു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി മെമ്പറാണ്. 2025 മുതൽ വേൾഡ് പീസ് ഓർഗനൈസേഷൻ കാർത്തികപ്പള്ളി താലൂക്കിൽ അംബാസഡറായി ചുമതലയേറ്റു. നല്ല ഭക്ഷണ രീതികളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി പ്രവർത്തിക്കുന്നു. ഔഷധ ഗുണമുള്ള സസ്യങ്ങളെയും ഉൽപ്പന്നങ്ങളെയും കുറിച്ച് പുസ്തകങ്ങൾ എഴുതുകയും ന്യൂട്രീഷൻ കൗൺസിൽ ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്തു വരുന്നു. ഡോക്ടർ BR അംബേദ്കർ പീസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ വെള്ളിമൺ B വിഷ്ണുനാഥ്, ചെറുപ്പകാലം മുതലുള്ള വെള്ളിമൺ സ്വദേശിയാണ്. ചെറുപ്പകാലം മുതൽ ഉത്സവ പറമ്പുകളിലേക്കുള്ള കലാരൂപങ്ങളിലേക്കുള്ള അടുപ്പം കൂട്ടി. ഓരോരോ ഉത്സവ കാഴ്ചകളും പിന്നീട് ക്യാൻവാസിലേക്ക് പകർത്തി. പിൽക്കാലത്ത് കമനീയ ദൈവശില്പചാരിതയുള്ള ഉത്സവ പ്ലോട്ടുകളായി അവയെല്ലാം മാറി. 12 വർഷങ്ങളായി ഉത്സവരംഗത്ത് നിരവധി വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ അവതരിപ്പിച്ച് ഉത്സവ പ്ലോട്ട് നിർമ്മാണ രംഗത്ത് തൻ്റേതായ കഴിവ് തെളിയിച്ചു. 17-ാം വയസ്സിൽ ശംഖ് ഗണപതി എന്ന ഫ്ലോട്ടിലൂടെ ആരംഭിച്ച യാത്ര ഇപ്പോൾ 20-ലധികം കലാസൃഷ്ടികളായി മാറി. കോവിഡ് കാല പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയത്തും ഈ ജോലി തുടർന്നുകൊണ്ടിരുന്നു. അതിൻ്റെ പരിണിത ഫലമായി 2020 നവംബർ 14 വെള്ളിമൺ ജംഗ്ഷനിൽ ശ്രീ വിനായക ഓട്ടോ കൺസേൺ എന്ന പേരിൽ വർക്ക്ഷോപ്പും ഒരു മൊബൈൽ കാർ വാഷിംഗ് യൂണിറ്റും തുടങ്ങി. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രംഗശ്രീ സുരേന്ദ്രൻ, കോഴിക്കോട് തൊട്ടിൽപ്പാലം സ്വദേശി, കോറിയോഗ്രാഫർ. പൂതപ്പാട്ട്, പൂന്താനം, പുത്രശോകം, കണ്ണകി, ദശയാഗം എന്നീ നൃത്തശില്പങ്ങൾക്ക് കോറിയോഗ്രാഫി ചെയ്തു. 30 വർഷമായി നൃത്തരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. നാടോടി നൃത്തം, സംഘനൃത്തം, തിരുവാതിര എന്നിവയിലും പ്രാവീണ്യം ഉണ്ട്. 24 വർഷമായി ഭരതനാട്യത്തിൽ നൃത്ത അരങ്ങേറ്റം നടത്തി വരുന്നു. ഉപജില്ല, ജില്ല, സംസ്ഥാനം, CBSE
CBSEയുടെ ജില്ല, CBSEയുടെ സംസ്ഥാനം എന്നീ തലങ്ങളിൽ 2024 വരെ കുട്ടികളെ മത്സരിപ്പിക്കുവാൻ സാധിച്ചു. ഇതുവരെ 300-ലധികം വിദ്യാർത്ഥികളെ നൃത്തം പഠിപ്പിച്ചിട്ടുണ്ട്. JC ഡാനിയൽ പുരസ്കാരം, തിരുവനന്തപുരം ഗുരു ഗോപിനാഥ് ട്രസ്റ്റിന് നാട്യപ്രഭ പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. AKDTO മുൻ എക്സിക്യൂട്ടീവ് അംഗം, നിലവിൽ രംഗശ്രീ നൃത്ത സംഗീത അക്കാദമി ഡയറക്ടർ എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ റെജി കെ ജോയ്, ആലപ്പുഴ നൂറനാട് സ്വദേശി, സാമൂഹ്യ പ്രവർത്തകൻ. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി കേരളത്തിലെ വിവിധ ജില്ലകളിലായി സാമൂഹ്യ പ്രവർത്തനം നടത്തി വരുന്നു. പ്രവാസി മലയാളി ആയിരുന്നപ്പോഴും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് മറ്റുള്ളവരെ സഹായിക്കാനായി വിനിയോഗിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ മരുന്നുകളും നിർധനരായവർക്ക് സാമ്പത്തിക സഹായവും ചെയ്തിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങി നൽകുകയും പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുകയും ചെയ്തു വരുന്നു. ഇതോടൊപ്പം മാധ്യമ മേഖലയിലും കൺസ്ട്രക്ഷൻ മേഖലയിലും സജീവമായി പ്രവർത്തിക്കുകയും നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. യങ് ഇന്ത്യൻ അവാർഡ്, ഭാരത് രത്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റിയുടെ അവാർഡ്, സഹാറ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഡോക്ടർ BR അംബേദ്കർ രത്ന അവാർഡ്, വിവിധ കലാ സാംസ്കാരിക സംഘടനകളുടെ ആദരവുകൾ എന്നിവയും ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മുരളി പനവേലി, കൊട്ടാരക്കര പനവേലി സ്വദേശി, കവി, കഥാകൃത്ത്. കഴിഞ്ഞ 35 വർഷമായി കലാ സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. പൂനെയിലും കോയമ്പത്തൂരിലും മലയാളി സമാജങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പൂനെയിലെ മലയാള ശബ്ദം ആഴ്ചപത്രത്തിൻ്റെ സബ് എഡിറ്ററായിരുന്നു. കുറിഞ്ഞിപ്പൂക്കൾ, നല്ല ശമരിയക്കാരൻ, ചെകുത്താനും ദൈവത്തിനും ഇടയിൽ, ഹോട്ടൽ മൃഷ്ടാന ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്, ഒളിച്ചോടുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ചത്തവൻ്റെ ശുശ്രൂഷ തുടങ്ങിയ കഥകൾ രചിച്ചിട്ടുണ്ട്. കേരള കലാസാഹിത്യവേദി സംസ്ഥാന പ്രസിഡന്റ്, സഹയാത്രി ജീവകാരുണ്യ സമിതി തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ്, കൊട്ടാരക്കര ഫിലിം സൊസൈറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ, കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. 10 ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുസ്തകമായ മഞ്ചരി ബുക്സിൻ്റെ പെൻഡ്രൈവിൽ കവിത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ നാഷണൽ ഫെലോഷിപ്പ് അവാർഡ്, ജനകീയ കവിതാവേദി പുനലൂർ ബാലൻ സ്മാരക സാംസ്കാരിക അവാർഡ്, മലയാള കാവ്യ സാഹിത്യ പുരസ്കാരം, പ്രഥമ ജയവിജയൻ സ്മാരക അക്ഷരശ്രീ അവാർഡ്, കേരള കലാ കവിതാ സാഹിത്യവേദിയുടെ സുഗതകുമാരി സ്മാരക പുരസ്കാരം, ഇങ്ങനെ ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് മാനേജറായി ജോലി ചെയ്തു വരുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അബ്ദുൾ റഷീദ് നെല്ലിയാളി, മലപ്പുറം നെല്ലിയാളി സ്വദേശി, കഴിഞ്ഞ 20 വർഷമായി കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നു. ആനുകാലിക ഓൺലൈൻ മാധ്യമങ്ങളിലും എഴുതുന്നുണ്ട്. സ്റ്റാർ സാഹിത്യ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ, കേരള മാപ്പിള കലാസാഹിത്യ അക്കാദമി അംഗമായും കേരള കിസ് ഓഫ് പാട്ട് അംഗമായും പ്രവർത്തിച്ചു വരുന്നു. 14 വർഷമായി കലാസാഹിത്യ മത്സരങ്ങളായ സർഗലയം, മുസാമ്പക്ക, സാഹിത്യോത്സവം, CBSE കലോത്സവം, സ്കൂൾ കലോത്സവം, യൂണിവേഴ്സിറ്റി സോൺ കലോത്സവം, കേരളോത്സവം, ക്യാരന ഫെസ്റ്റ്, ജാമ്യ സ്റ്റേറ്റ് ഫെസ്റ്റ് എന്നിവയുടെ വിധികർത്താവായി സേവനം ചെയ്തു വരുന്നു. സംസ്ഥാന സാഹിത്യ പുരസ്കാരമായ നിറവ് സ്റ്റാർ ഫൗണ്ടേഷൻ സാഹിത്യരചന അവാർഡ്, മലയാള സാഹിത്യ ചർച്ചാവേദി സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി C രമാദേവി, തൃശൂർ കഞ്ചിരക്കോട്ട് സ്വദേശി, TV സിനി ആർട്ടിസ്റ്റ്, ക്ലാസിക്കൽ ഡാൻസർ. 50 വർഷത്തെ നടന സംഗീത വിജ്ഞാന പരിചയം. നിരവധി കലാകാരന്മാരെയും കലാകാരികളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. സബരിയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരത്തോടെ നടത്തി വരുന്നു. വീട്ടിലെ വിളക്ക് എന്ന പരമ്പരയിൽ അഭിനയിച്ചു വരുന്നു. ഗുരുപൂജ അവാർഡ്, നടനശ്രീ അവാർഡ്, കലാപ്രതിഭ അവാർഡ്, നിപുണ അവാർഡ്, സുരാസു അവാർഡ് എന്നിവയ്ക്ക് പുറമെ മെമ്മോറിയൽ അവാർഡുകളായ ജെം ഓഫ് തൃശ്ശൂർ അവാർഡ്, കോട്ടയത്തു നിന്ന് കലാശ്രേഷ്ഠ അവാർഡ്, ഭക്തശ്രീ പുരസ്കാരം, വടക്കഞ്ചേരി മീഡിയ സിറ്റിയുടെ കലാശ്രീ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. 200ഓളം സിനിമകൾ, ടെലിവിഷൻ സീരിയൽ, ടെലിഫിലിം എന്നിവയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും USA, ഖത്തർ, ഒമാൻ, UAE എന്നീ രാജ്യങ്ങളിലെ വിവിധ ആഘോഷങ്ങളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റിൻ്റെ, അതായത് അമ്മയുടെ ലൈഫ് മെമ്പർ, മന്ദാരം പബ്ലിക്കേഷൻസിൻ്റെ ബ്രാൻഡ് അംബാസഡർ, ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ആയുഷ്കാല മെമ്പർ.
കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സ്വർണലത, കൊല്ലം ചിറക്കര സ്വദേശി, അഭിനേത്രി, നർത്തകി. സ്വപ്നം വിൽപ്പനക്കാരൻ എന്ന നാടകത്തിൽ അഭിനയിച്ചായിരുന്നു തുടക്കം. സിനിമയിലും സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട്. 3 ബാലകളിൽ അഭിനയിച്ചു. സുന്ദരേശ്വര ഡാൻസ് അക്കാദമി പുന്നമൂട്, വർക്കല എന്ന ഡാൻസ് അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അയിരൂർ MGM മോഡൽ സ്കൂൾ, ചിറക്കര ഗവൺമെൻറ് ഹൈസ്കൂൾ, ലവ് ബേർഡ്സ് ഇംഗ്ലീഷ് സ്കൂൾ, കല്ലുവാതുക്കൽ വട്ടക്കുഴിക്കൽ സ്കൂൾ എന്നീ സ്കൂളിലെ ഡാൻസ് ടീച്ചറായിരുന്നു. സ്വന്തമായി വീട്ടിൽ ഡാൻസ് പഠിപ്പിച്ചു വരുന്നു. 7 ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 3 വെബ് സീരീസിലും അഭിനയിച്ചിട്ടുണ്ട്. മികച്ച ഹാസ്യതാരത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നൃത്തത്തിനുള്ള കലാഭൂഷണം അവാർഡ്, അറബിയും ആമിനെ എന്ന ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ്, മികച്ച വില്ലത്തിക്കുള്ള അവാർഡ്, മികച്ച നർത്തകിക്കുള്ള അവാർഡ് തുടങ്ങി നിരവധി തവണ ലഭിച്ചിട്ടുണ്ട്. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മോഹൻലാൽ ആദിത്യ, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി. സ്കൂൾ തലം മുതൽ കലാമത്സരങ്ങളിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധ കഥാ കവിത രചനാ മത്സരങ്ങളിൽ പങ്കെടുത്ത പുരസ്കാരങ്ങൾ നേടി. സിനിമ സീരിയൽ മേഖലയിൽ സജീവ സാന്നിധ്യം. 18ഓളം സീരിയലുകളിലും 25ഓളം ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട്. 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അന്നു പെയ്ത മഴയിൽ എന്ന കഥാസമാഹാരം, അതുപോലെ കവിതാ സമാഹാരം എന്നിവ പ്രകാശന കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ഉടനെ ചിത്രീകരണം ആരംഭിക്കുന്ന ശ്രീകുട്ടിയുടെ പാട്ടുപെട്ടി, മാങ്ങാക്കള്ളൻ, അരശനും കറുപ്പസ്വാമി എന്നീ സിനിമകളിൽ പ്രധാനപ്പെട്ട വേഷത്തിൽ അഭിനയിക്കുന്നു. കൂടാതെ പല സാംസ്കാരിക പരിപാടികളിലും സജീവ സാന്നിധ്യമാണ്. സത്യഭാമ ട്രസ്റ്റിന്റെ ബാലസാഹിത്യ അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഹനീഷ് ടി, മലപ്പുറം പള്ളിക്കൽ സ്വദേശി, നർത്തകൻ, ചിത്രകാരൻ, അധ്യാപകൻ. കേരളത്തിനകത്തും പുറത്തുമായി നൃത്ത പരിപാടികൾ അവതരിപ്പിക്കുന്നു. 33 വർഷമായി പള്ളിക്കലിൽ കലൈവാണി നൃത്ത സംഗീത വിദ്യാലയം അധ്യാപകനാണ്. ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ്. കോഴിക്കോട് തെരുവിൽ ധാരാളം സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇദ്ദേഹം നടത്തുന്നു. കൂടാതെ വൃദ്ധസദനങ്ങളിലും വിവിധ സഹായങ്ങൾ നടത്തുന്നുണ്ട്. 18 വർഷമായി മലപ്പുറം നവഭാരത് മോഡൽ സ്കൂളിൽ ചിത്രരചന അധ്യാപകനാണ്. ടെലിഫിലിമിലും ആൽബങ്ങളിലും കോറിയോഗ്രാഫറാണ്. യൂട്യൂബ് ഇൻഫ്ലുവൻസർ കൂടിയാണ്. ബാല ത്രിപുര സുന്ദരി കുച്ചിപ്പുടി പുരസ്കാരം, ശാസ്ത്രീയ നൃത്തകലാ സമ്മാൻ, സ്വാതി തിരുനാൾ കലാകേന്ദ്രം ട്രസ്റ്റ് പുരസ്കാരം, ഇന്റർനാഷണൽ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ പുരസ്കാരം തുടങ്ങി ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി അജി പണിക്കർ, കുണ്ടറ സ്വദേശി, 1987 മുതൽ USA സ്ഥിര താമസം. ലീഹായ് ഹോസ്പിറ്റലിൽ നേഴ്സാണ്. 1988 മുതൽ USA നൂപുര ഡാൻസ് സ്കൂളിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ്. ഇവിടെ ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങി വിവിധതരം കലകൾ പഠിപ്പിക്കുന്നു. USA പല അസോസിയേഷനിലും മെമ്പറാണ്. കലാ മലയാളി അസോസിയേഷൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. നിലവിൽ വേൾഡ് മലയാളി കൗൺസിൽ പ്രോഗ്രാം കോർഡിനേറ്റർ കൂടിയാണ്. ഫോമ, ഫൊക്കാന, സ്ട്രേറ്റ് റൈറ്റ് കേരള, മലയാളി അസോസിയേഷൻ ഓഫ് ഫിലാഡൽഫിയ, കലാ വേൾഡ് മലയാളി അസോസിയേഷൻ, ലൈഫ് ലൈൻ അച്ചീവ്മെൻറ്റ് IOC, SNDP, എക്യുമെനിക്കൽ ഇന്ത്യൻ ചർച്ച് ഫിലാഡൽഫിയ തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ നിന്ന് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലായിരിക്കുമ്പോൾ സ്റ്റേജ് യുവജനോത്സവത്തിൽ നൃത്തത്തിന് നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. വേൾഡ് മലയാളി കൗൺസിൽ നടത്തുന്ന സമൂഹ വിവാഹത്തിലെ ഗ്രാൻഡ് സ്പോൺസർ കൂടിയാണ്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ശിവപ്രസാദ് വി, കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി, സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ 15 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്നു. ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ്. വിവിധ മേഖലകളിൽ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നുണ്ട്. പഞ്ചായത്തിലെ നിർധന കുടുംബങ്ങൾക്ക് കിണർ നൽകുക, വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുക, അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്ക് ആദരവ്, സാമൂഹ്യ തിന്മകൾക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ, നിർധനരായവർക്ക് തൊഴിൽ സൗകര്യാർത്ഥം പെട്ടിക്കടകൾ വെച്ച് നൽകി സഹായിക്കുക, രോഗികൾക്കും അംഗവൈകല്യക്കാർക്കും വൈദ്യസഹായം എത്തിക്കുക, ലഹരി വിരുദ്ധ സദസ്സ്, വിവിധ സ്കൂളുകൾ, കോളേജുകൾ, പൊതുസ്ഥലങ്ങൾ എന്നീ മേഖലകളിൽ ലഹരി വിരുദ്ധ സെമിനാറുകൾ നടത്തുക, പാവനാടകങ്ങൾ നടത്തുക എന്നതിന് എല്ലാം ഇപ്പോഴും നേതൃത്വം നൽകി വരുന്നു. ഹ്യൂമൻ റൈറ്റ്സ്, സോഷ്യൽ ജസ്റ്റിസ് സംഘടനകളിൽ അംഗമാണ്.
4000-ൽ പരം അംഗങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ കമ്പനിയുടെ റാങ്ക് ഹോൾഡറാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കൊട്ടൂർ ബ്രാഞ്ചിൻ്റെ 2 വർഷം പ്രസിഡന്റായി പ്രവർത്തിച്ചു. ശ്രീനാരായണ ട്രസ്റ്റിൻ്റെ ബോർഡ് മെമ്പറായും പ്രവർത്തിച്ചു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ KS ദാസ്, തിരുവനന്തപുരം മണ്ണന്തല സ്വദേശി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും മാനേജറായി വിരമിച്ചു. കലാകാരൻ, ഗായകൻ, നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റിൻ്റെ തിരുവനന്തപുരം സിറ്റി വെസ്റ്റ് മേഖലാ സെക്രട്ടറി, തിരുവനന്തപുരം ജില്ലാ മ്യൂസിക് ലെജൻഡ്സ് ചാരിറ്റി സൊസൈറ്റി സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. വിവിധ സംഘടനകളിൽ ഗാനം ആലപിക്കുന്നുണ്ട്. നന്മയിലും ലെജൻഡിലും സ്കൂൾ കുട്ടികൾക്കും മുതിർന്നവർക്കും അനേകം കലാമത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. കർമ്മശ്രേഷ്ഠ പുരസ്കാരം, ആതുരസേവന പുരസ്കാരം, സംഗീത ശ്രേഷ്ഠ പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട്. ജയിൽ, വൃദ്ധസദനം എന്നിവിടങ്ങളിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. ലഹരിക്കും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും എതിരെ സെമിനാറുകൾ സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അനിൽ അരപ്പയിൽ, ആലപ്പുഴ സ്വദേശി, അഭിനേതാവ്. 17 വർഷമായി കൊല്ലം കാദംബരി, കൊച്ചിൻ നയന, തിരുവനന്തപുരം സ്വദേശാഭിമാനി, അങ്കമാലി നാടകനിലയം, തിരുവനന്തപുരം അഹല്യ, കൊച്ചിൻ സംഘമിത്ര, അങ്കമാലി ഐശ്വര്യ തുടങ്ങിയ പ്രൊഫഷണൽ നാടക സമിതികളിൽ നായകനായും പ്രതിനായകനായും അഭിനയിക്കുന്നു. വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി യൂട്യൂബിൽ സാഹിതി എന്ന പേരിൽ ചാനൽ തുടങ്ങി നിരവധി പുസ്തകങ്ങളുടെ റിവ്യൂസ് കൂടാതെ എഴുത്തുകാരുടെ അഭിമുഖങ്ങളും ഇതിൽ ഇടുന്നു. കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് വായനയ്ക്കായി പുസ്തകങ്ങൾ കൊടുത്ത് അവരുടെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നു. കിന്നരിപ്പൂക്കൾ എന്ന ബാലമാഗസിനിൽ ധാരാളം കഥകൾ എഴുതിയിട്ടുണ്ട്. മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിനെതിരെ ആലപ്പുഴ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് വേണ്ടി ഹൈക്കോടതിയുടെ അനുമതിയോടെ ലഹരി എന്ന ഷോർട്ട് ഫിലിമിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണ സംവിധാനം എന്നിവ നിർവഹിച്ചു. കുറുവ എന്ന ഷോർട്ട് ഫിലിമിൻ്റെ തിരക്കഥ, സംഭാഷണ സംവിധാനം എന്നിവ നിർവഹിച്ചു. ഗിരീഷ് കർണാട് സംസ്ഥാന പുരസ്കാരം അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ആദ്യ ചെറുകഥാ സമാഹാരം പ്രസിദ്ധീകരണത്തിന് തയ്യാറാകുന്നു. നിലവിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ജോലി ചെയ്തു വരുന്നു. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ രേഷ്മ വിപിൻ നമ്പ്യാർ, ബാംഗ്ലൂർ സ്വദേശി, എഞ്ചിനീയർ, മനഃശാസ്ത്രജ്ഞ, നർത്തകി, മോഡൽ, അഭിനേത്രി, ട്രെയിനർ. തൻ്റെ 23ാമത്തെ വയസ്സിൽ 7000-ഓളം പിന്നോക്ക വിഭാഗത്തിലുള്ള കുട്ടികളെ സംഘടിപ്പിക്കുകയും അവരെ പരിശീലിപ്പിച്ച് തൊഴിൽ നേടിക്കൊടുക്കുകയും ഉണ്ടായി. മിസ്സസ് ഇന്ത്യ വേൾഡ് വൈഡ്, മിസ്സസ് ഗോർജിയസ് 2022, ഹോട്ട് മോണ്ടെ മിസ് ഇന്ത്യ വേൾഡ് വൈഡ് 2022 എന്നീ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. മികച്ച മോഡലാണ്. ഹോളിവുഡിലും സാൻഡൽവുഡിലെയും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പുതുമുകളെ സഹായിക്കുന്ന ജൂറിയായും പങ്കെടുക്കുന്നുണ്ട്. തൊഴിൽ പരിശീലക എന്ന നിലയിൽ ഉള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി കലാമണ്ഡലം റസി ഷാജിദാസ്, വയനാട് ജില്ല, 15ാം വയസ്സിൽ നൃത്തത്തിൽ അരങ്ങേറ്റം നടത്തി. വയനാട് ജില്ലയിൽ കേരള സംഗീത നാടക അക്കാദമി അംഗീകാരത്തോടെ ചിലങ്ക കലാക്ഷേത്ര സുൽത്താൻ ബത്തേരിയിലും പുൽപ്പള്ളിയിലും ആരംഭിച്ചു. സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാളാണ്. 35 വർഷമായി സേവനമനുഷ്ഠിക്കുന്നു. 100 കണക്കിന് യുവതീ-യുവാക്കൾക്ക് നൃത്തരംഗത്ത് അറിവും പരിശീലനവും നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയും ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയും സൗജന്യമായി നൃത്തം പഠിപ്പിക്കുന്നു. സ്കൂൾ, ജില്ലാ, സബ് ജില്ലാ കലോത്സവങ്ങളിൽ സോൺ മത്സരങ്ങൾക്കും നിരവധി മത്സരങ്ങൾ, കലോത്സവങ്ങൾ, അതുപോലെ തന്നെ സോൺ മത്സരങ്ങൾ എന്നിവയിൽ നിരവധി പ്രതിഭകളെ പരിശീലനം നൽകി വിജയിപ്പിച്ചെടുത്തു. ജെം ഓഫ് തൃശ്ശൂർ അവാർഡ്, കലാക്ഷേത്ര അവാർഡ് തുടങ്ങി നിരവധി പ്രാദേശികവും ജില്ലാതലവുമായ പുരസ്കാരങ്ങൾ നേടിയതിനുപരി 200ഓളം ചിത്രങ്ങളിൽ നൃത്തം അവതരിപ്പിക്കുവാനും കഴിഞ്ഞു. ടെലിവിഷൻ സീരിയലുകൾ, ടെലിഫിലിമുകൾ എന്നിവയിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. USA, ഖത്തർ, ഒമാൻ, UAE എന്നീ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും നൃത്തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ധാരാളം മേഖലകളിൽ നൃത്തത്തിന് വേണ്ടുന്ന സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മനു ദേവ്, കോഴിക്കോട് മുക്കം സ്വദേശി, ഡാൻസർ, കോറിയോഗ്രാഫർ, ആക്ടർ, സാമൂഹ്യ പ്രവർത്തകൻ, ഭരതനാട്യം, കുച്ചിപ്പുടി എന്നിവയിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്.
JC ഡാനിയൽ എക്സലൻസ് അവാർഡ്, NVK പ്രതിഭാ പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കൊറോണ സമയത്ത് RRT ആയി വർക്ക് ചെയ്തതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേടി. നാടകങ്ങൾ, ഷോർട്ട് ഫിലിം, ആൽബങ്ങൾ എന്നിവയിലും അതുപോലെ തന്നെ നിലവിൽ പല മേഖലകളിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഓർമ്മയിലെ ഓണം, പ്രവാസിയുടെ പ്രണയം, പ്രണയം ഒരു പ്രതികാരം, കണ്ണനും പിന്നെ കുഞ്ഞനും, അങ്ങനെ തുടങ്ങി 10ഓളം എണ്ണത്തിലാണ് അഭിനയിച്ചു വരുന്നത്. നിലവിൽ കോഴിക്കോട് ജില്ലയിലെ 4 സ്ഥലങ്ങളിൽ ചിലമ്പൊലി ഡാൻസ് സ്കൂൾ എന്ന പേരിൽ സ്ഥാപനം നടത്തി വരുന്നു. ഈ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ്. ഇവിടെ 50ഓളം കുട്ടികളെയും 25ഓളം അമ്മമാരെയും നൃത്തം അഭ്യസിപ്പിച്ച് പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നുണ്ട്. 4 വയസ്സ് മുതൽ 60 വയസ്സുള്ളവരെ വരെ നൃത്തം അഭ്യസിപ്പിക്കുന്നു. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. വെരിഫൈ ചെയ്യാം. ശ്രീ കൃഷ്ണകുമാർ, തിരുവനന്തപുരം ആലങ്കോട് സ്വദേശി, 25 വർഷമായി സീരിയലിലും സിനിമയിലും പ്രൊഡക്ഷൻ കൺട്രോളറായി പ്രവർത്തിക്കുന്നു. ഏഷ്യാനെറ്റിലെ ശ്രീജന്മം, ചെമ്പട്ട്, സീതാകല്യാണം തുടങ്ങി 25ഓളം സീരിയലുകളിൽ പ്രൊഡക്ഷൻ കൺട്രോളാണ്. ഏഷ്യാനെറ്റ് കോമഡി അവാർഡ് ഇവർ വിവാഹിതരായാൽ എന്ന സിനിമയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്. കോവിഡ് സമയത്ത് പ്രതിരോധ മരുന്നുകൾ, ഭക്ഷണങ്ങൾ മുതലായവ രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുകയും ധാരാളം പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി അഞ്ജന രാജീവ്, തിരുവനന്തപുരം പൂജപ്പുര സ്വദേശി, ബാങ്കിങ്ങിൽ നിന്ന് കലാമേഖലയിലേക്ക് വന്നു. കാഞ്ചീപുരം ജില്ല വല്ലക്കോട്ടയിലെ നൃത്യ ദീക്ഷ നാട്യാലയത്തിൻ്റെ സ്ഥാപകയും നൃത്ത അധ്യാപികയുമാണ്. കുട്ടികൾക്കും സ്ത്രീകൾക്കും ഭരതനാട്യം ക്ലാസ്സുകൾ എടുക്കുന്നു. കർണാടക സംഗീതം, ഭജനകൾ, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, വിവിധ ശ്ലോകങ്ങൾ എന്നിവയിലും ക്ലാസ്സുകൾ എടുക്കുന്നു. ശ്രീ പെരുമ്പത്തൂർ മലയാളി വെൽഫെയർ അസോസിയേഷൻ്റെ വനിതാ വിഭാഗ മേധാവിയാണ്. ഈ സംഘടനയുടെ കീഴിൽ പല സാമൂഹ്യ സാംസ്കാരിക പരിപാടികളും കൂട്ടായ്മകളും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. സ്ത്രീകളെ സൗജന്യമായി തിരുവാതിര അഭ്യസിപ്പിക്കുന്നു. മലയാളി സമാജത്തിൻ്റെ നേതൃത്വത്തിൽ അശരണർക്കായി എല്ലാ ആഴ്ചയും അന്നദാനം നടത്താറുണ്ട്. ചെന്നൈ വിമൻസ് ബ്ലഡ് ഡൊണേഴ്സ് സംഘടനയിലെ ശ്രീ പെരുമ്പത്തൂർ ഏരിയ കോർഡിനേറ്ററാണ്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് എഴുതി നിർമ്മിച്ച വിഭാവരി എന്ന മ്യൂസിക് ആൽബം റിലീസ് ചെയ്തു. ഇത് സംസ്കൃതത്തിൽ ഒരു ശ്ലോക രൂപത്തിൽ എഴുതി ബാൻഡ് ഫ്യൂഷൻ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. കൂടാതെ പൊൻപുലരിയിൽ എന്ന മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം എഴുതി നിർമ്മിച്ചു. ഫെഡറൽ ബാങ്കിൽ പ്രവർത്തിച്ച സമയത്ത് ആലുവ മേഖലയിലെ ബെസ്റ്റ് എംപ്ലോയി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എഴുത്തകം സംഘടനയുടെ സംഗീത മത്സരത്തിൽ 2ാം സ്ഥാനം ലഭിച്ചു. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ തിരുവാതിരയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി രാജശ്രീ KK, എറണാകുളം പള്ളുരുത്തി സ്വദേശി, സാമൂഹ്യ പ്രവർത്തക, സാഹിത്യകാരി, അഭിനേത്രി, കേന്ദ്രീയ വിദ്യാലയം അധ്യാപിക, തൃപ്പൂണിത്തുറ പ്രൈവറ്റ് സ്കൂളിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, തൃപ്പൂണിത്തുറ CBSE സ്കൂൾ അധ്യാപിക എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകയാണ്. റിവഞ്ച് എന്ന സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. സ്ട്രേഞ്ചേഴ്സ് എന്ന ഷോർട്ട് മൂവിക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. സ്വന്തമായി കഥയും തിരക്കഥയും എഴുതിയ സ്ട്രേഞ്ചേഴ്സ് എന്ന ഷോർട്ട് ഫിലിമിന് മികച്ച എഴുത്തിനുള്ള A.T. ഉമ്മർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അധ്യാപന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഗോപൻ KC, കോട്ടയം പൊൻകുന്നം സ്വദേശി, പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനനം. ശാന്തിധാം സിദ്ധവൈദ്യ മഠത്തിൻ്റെ പാർട്ട്ണർമാരിൽ ഒരാളാണ്. ക്യാൻസർ രോഗികളുടെ ചികിത്സാ സമയങ്ങളിലും ഔഷധ നിർമ്മാണ സമയങ്ങളിലും ശമ്പളമില്ലാതെ സേവനം ചെയ്തു വരുന്നു. ക്യാൻസറിനെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നു. നിലവിൽ അടൂർ ശാന്തിധാം സിദ്ധവൈദ്യ ഗുരുകുലത്തിന് സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്നു. ഗുരുകുലത്തിൻ്റെ അടുത്ത മഠാധിപതിയാണ്. പാരമ്പര്യ വൈദ്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ ക്ലാരിസ് ടോമി, എറണാകുളം സ്വദേശി, 30 വർഷമായി ഹോമിയോ രംഗത്ത് പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്നു. IHK ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി കേരള സ്ഥിരം അംഗം, QPHAയുടെ സ്ഥിരം മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. എഴുത്തുകാരിയാണ്. 2023 കാവ്യതള രചനോത്സവത്തിൽ നിന്നും സ്നേഹാദരവ് 2023, സാക്ഷി സാഹിത്യ കൂട്ടായ്മയിൽ നിന്ന് സെലി സ്പെഷ്യൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്.
2024 മികച്ച അഡ്മിനുള്ള സ്നേഹോപഹാരം കാവ്യ അക്ഷരങ്ങൾ സംഗീത കൂട്ടായ്മയിൽ നിന്നും ലഭിച്ചു. മന്ദാരം പബ്ലിക്കേഷൻസിൻ്റെ എഴുത്തുകാരിക്കുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട്. സൗന്ദര്യ സംരക്ഷണം, ത്വക്ക് സംരക്ഷണം എന്നിവയ്ക്കുള്ള മരുന്ന് സ്വയം കണ്ടുപിടിച്ച് നിർമ്മിക്കുകയും അറിയപ്പെടുന്ന ഉപയോക്താക്കൾക്ക് നൽകിക്കൊണ്ട് അതിൻ്റെ ഗുണനിലവാരത്തിൻ്റെയും ഫലസിദ്ധിയുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമായി ഇവ പ്രചരണം നേടിയെടുക്കുകയും ചെയ്തു. ത്വക്ക് രോഗങ്ങൾക്കും ശ്വാസകോശ തടസ്സം സംബന്ധിച്ചും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുമുള്ള വിദഗ്ധ ചികിത്സ നൽകി വരുന്നു. ആരോഗ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ AC വാവച്ചൻ, ഇരിഞ്ഞാലക്കുട സ്വദേശി, വളരെയധികം കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്തുകൊണ്ട് നിരവധി നാടകങ്ങളിൽ അരങ്ങേറിയിട്ടുണ്ട്. 44 വർഷമായി UAE പല കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ സാധിച്ചു. ജഗതി NK ആചാര്യയുടെ ഏടാകൂടം, തോപ്പിൽ ബാസിയുടെ കൈയും തലയും പുറത്തിടരുത്, PJ ആൻ്റണിയുടെ ചക്രയുഗം, ചങ്ങനാശ്ശേരി തരംഗത്തിൻ്റെ മനസ്സില്ല മന്ത്രിയാക്കാൻ, വേളു കൃഷ്ണൻകുട്ടിയുടെ വെറുതെ മോഹിക്കുവാൻ മോഹം, ജോസഫ് ചേറ്റുവയുടെ ചേരി എന്നീ പ്രശസ്ത നാടകങ്ങൾ 1000 വേദികളിൽ അരങ്ങേറിയിട്ടുണ്ട്. ഒറ്റയാൻ, അവൾ വാസുകി, ഇനി അല്പം മധുരം തുടങ്ങി നിരവധി ഷോർട്ട് ഫിലിമുകൾ, ഡയമണ്ട് നെക്ലസ്, ഇട്ടിമാണി, ഋതു, ഇച്ചായൻ്റെ കുഞ്ഞ്, അംബ്ര, നിഴലുകൾ തുടങ്ങിയ സിനിമകളിലും മികച്ച അഭിനയം കാഴ്ചവെച്ചു. ഇപ്പോഴും സിനിമയിൽ സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ശാലിനി സോമൻ, പത്തനംതിട്ട അടൂർ സ്വദേശി, ആയുർവേദ നഴ്സിംഗ് പൂർത്തിയാക്കിയ ശേഷം വൈദ്യനായ അച്ഛനിൽ നിന്ന് പാരമ്പര്യ നാട്ടുവൈദ്യവും സിദ്ധവൈദ്യവും പഠിച്ചു. 2004 മുതൽ ചികിത്സ ചെയ്തു വരുന്നു. അനേകം കിടപ്പ് രോഗികളെ സാമ്പത്തികം നോക്കാതെ വീട്ടിൽ ചെന്ന് ചികിത്സിക്കുന്നു. ധാരാളം രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ആയുർവേദ പഞ്ചകർമ്മയിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. മറവി രോഗം ബാധിച്ച ആൾക്കാരെ ശുശ്രൂഷിക്കുകയും അവരുടെ വീട്ടുകാർക്ക് കൗൺസിലിംഗ് നൽകുകയും ചെയ്തു വരുന്നു. കൂടാതെ കൗൺസിലിംഗ് ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. വീട്ടിൽ ധാരാളം ഔഷധ സസ്യങ്ങൾ നട്ടുവളർത്തുകയും സ്കൂൾ കുട്ടികൾക്ക് ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. നിലവിൽ അടൂർ ശാന്തിധാം സിദ്ധവൈദ്യ ഗുരുകുലത്തിന് ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. മഠാധിപതി സ്വാമി ശ്രീ ആനന്ദയോഗിയുടെ നേതൃത്വത്തിൽ ക്യാൻസറിനെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ച് കുട്ടികൾക്കും യുവതലമുറയ്ക്കും ബോധവൽക്കരണം നൽകുന്നു. ഇതുകൂടാതെ സിദ്ധവൈദ്യം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു. ആരോഗ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി അനുപമ സുന്ദരേശൻ, കോഴിക്കോട് ചെറുകുളത്തൂർ സ്വദേശി, 15 വർഷത്തിലേറെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി എന്നിവയിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. മുദ്ര അക്കാദമി, വിദ്യാപീഠം കലാക്ഷേത്ര, ചേലൂർബ ക്ഷേത്രം എന്നീ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കൺവെൻഷൻ സെൻ്ററായ ഡൽഹി യശോഭൂമി കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് നൃത്തം ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി സ്റ്റേജ് പ്രോഗ്രാമുകൾ നടത്തിവരുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് 2025 അർഹത നേടി. തിരുവനന്തപുരം മീഡിയ സിറ്റി നടത്തുന്ന നാട്യശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ധാരാളം മറ്റ് ആദരവുകളും ലഭിച്ചിട്ടുണ്ട്. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. മിസ് ജെസ്സി ബി മാർട്ടിൻ, തിരുവനന്തപുരം വട്ടപ്പാറ സ്വദേശി, സാഹിത്യകാരി, അഭിനേത്രി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, സാമൂഹ്യ പ്രവർത്തക. ഏതൊരു വിഷയത്തെക്കുറിച്ചും നിമിഷ നേരം കൊണ്ട് കഥ എഴുതുവാനുള്ള കഴിവുണ്ട്. സ്കൂൾ, കോളേജ് കലോത്സവങ്ങളിൽ കഥ, നോവൽ, കവിത, ചിത്രകല എന്നീ മത്സരങ്ങൾക്ക് ധാരാളം വിജയങ്ങൾ നേടിയിട്ടുണ്ട്. ഒട്ടനവധി നോവലുകൾ പ്രതിലിപിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മൂൺ TV സംപ്രേഷണം ചെയ്ത ആതിര എന്ന സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. റിലീസാകാൻ പോകുന്ന ദൈവത്തിൻ്റെ മണവാട്ടി എന്ന സിനിമയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്നു. നെടുമങ്ങാട് സൗഹൃദ കൂട്ടായ്മ ചാരിറ്റി വഴി കുഞ്ഞുങ്ങൾക്ക് പഠന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ നൽകി വരുന്നു. അതുപോലെ കിടപ്പ് രോഗികൾക്ക് എല്ലാവിധ ധനസഹായവും ചെയ്തു വരുന്നു. കോസ്റ്റ്യൂം ഡിസൈനിങ്, ഓൺലൈൻ മാർക്കറ്റിംഗ്, ഫോട്ടോ ഫ്രെയിമിംഗ് വർക്ക്, ഫാഷൻ ഡിസൈനിങ് എന്നിവയും ചെയ്തു വരുന്നു. കലാരംഗത്തെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ആതിര CS, മലപ്പുറം ഇടിമുഴിക്കൽ സ്വദേശി, ഡാൻസിങ്, കോറിയോഗ്രാഫി എന്നിവയിൽ മികച്ച പ്രകടനം നടത്തുന്നു. സാമൂഹ്യ പ്രവർത്തകയാണ്. ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങിയ നൃത്തങ്ങളിലാണ് പ്രാവീണ്യം നേടിയിട്ടുള്ളത്. മലപ്പുറത്ത് നിസർഗ ഡാൻസ് അക്കാദമി എന്ന സ്ഥാപനം നടത്തിവരുന്നു. നൃത്ത അധ്യാപിക കൂടിയാണ്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം 100 ദിവസത്തെ നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാനും അതിൻ്റെ ഭാഗമായി യൂണിവേഴ്സൽ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുവാനും സാധിച്ചു.
കണ്ണകി ഡാൻസ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് ചിലമ്പ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മൂകാംബിക, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ അതുപോലെ തന്നെ ധാരാളം അമ്പലങ്ങളിൽ നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷനിൽ മെമ്പറാണ്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി മഞ്ജുഷ പി, കണ്ണൂർ പേരാവൂർ സ്വദേശി, നർത്തകി. 20 വർഷമായി സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നു. ഗുരുവായൂർ, മൂകാംബിക, കാടാമ്പുഴ, കൊടുങ്ങല്ലൂർ, മൃദംഗശൈലേശ്വരി തുടങ്ങിയ ക്ഷേത്രങ്ങളിലും മറ്റനേകം ക്ഷേത്രങ്ങളിലും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നു. 10 വർഷമായി സ്കൂൾ കലോത്സവങ്ങളിലും യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലും കേരളോത്സവത്തിലും ജഡ്ജായി പോകുന്നുണ്ട്. നാദം ഇൻ്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവലിൽ ഭരതനാട്യത്തിൽ നൃത്തകലാ സുരഭി അവാർഡ് ലഭിച്ചു. കുണ്ടലിനി പാട്ട് അവതരിപ്പിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട്. മീഡിയ സിറ്റി നാട്യശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എറണാകുളത്ത് വെച്ച് നടന്ന ഭരതനാട്യം ഗിന്നസ് റെക്കോർഡിലും പങ്കെടുത്തിട്ടുണ്ട്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി മായ കുമാരി ML, നെല്ലിമൂട് പ്രവർത്തിക്കുന്ന മദർ തെരേസ വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ. 25 വർഷങ്ങളായി ആരോഗ്യ സേവന മേഖലയിൽ വിവിധ പരിശീലനങ്ങൾ നടത്തിവരുന്നു. ആയിരക്കണക്കിന് യുവക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകി തൊഴിൽ മേഖലയിൽ പ്രവേശിക്കാൻ അവസരമൊരുക്കുന്നു. ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ സേവനത്തിനും നേതൃത്വം നൽകുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയാണ്. നിലവിൽ സാമൂഹ്യ സേവനത്തിനും അതുപോലെ തന്നെ തൊഴിൽ പരിശീലനത്തിനുമായി ധാരാളം വേദികളിലാണ് അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത്. തൊഴിൽ പരിശീലന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.